തട്ടകഥ കസ്തൂരി ബിംബവർഷയുടെ മഹാഭാരതം 194 അധ്യായത്തിലേക്കാണ് ഈ ആഴ്ച നമ്മൾ പ്രവേശിക്കുന്നത്. ആ മഹാഭാരതത്തെ അവസാനം കഥ പറഞ്ഞതിൻ്റെ ശേഷം ഒറ്റനോട്ടത്തിൽ ഒന്ന് അതിൻ്റെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ദർശനപരമായിട്ടുള്ള വൈരുദ്ധ്യങ്ങളെ ഒക്കെ ഒറ്റ നോട്ടത്തിലൊന്ന് നോക്കിക്കാണുകയാണ് നമ്മൾ. ശാന്തി പർവ്വത്തിന് ശേഷം അനുശാസന പർവ്വത്തിൻ്റെ അടുത്താണ് 13ാമത്തെ പർവ്വത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഭരദ്വാജനും രൈഭ്യ മഹർഷിയും തമ്മിലുള്ള തർക്കത്തെക്കുറിച്ചാണ്. ആത്മാവുണ്ടോ ഇല്ലേ എന്നതിനെ കുറിച്ചാണ് അവർ തമ്മിൽ തർക്കം നടക്കുന്നത്. ആത്മാവ് ഇല്ല എന്ന് വാദിക്കുകയാണ് ഭരദ്വാജൻ ഞാൻ നേരത്തെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ തന്നെ സാധാരണ ഒരു മഹർഷിയല്ല, ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിയുടെ പുത്രനാണ് ഭരദ്വാജൻ. അദ്ദേഹം പറയുന്നത് ഒരു ചെടിയുടെ ഒരു മരത്തിൻ്റെ വൃക്ഷത്തിൻ്റെ വേരും അറുത്തു മാറ്റിയാൽ വൃക്ഷം ഉണങ്ങിപ്പോകും. അതേപോലെ തന്നെ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മരിച്ചു, പിന്നീട് നിലനിൽക്കില്ല. ആ വൃക്ഷത്തിൻ്റെ ബീജം വിത്ത് അവശേഷിക്കുന്നെങ്കിൽ അതിൽ നിന്ന് സമാനമായിട്ടുള്ള ചെടികൾ വൃക്ഷം വേറെ ഉണ്ടാവും. അതുപോലെ ബീജത്തിൽ നിന്ന് ബീജം വളരുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ആത്മാവ് നിലനിൽക്കുന്നില്ല. മനസ്സ് എന്ന വളരെ വിശേഷപ്പെട്ട ഒരവസ്ഥ, ഒരു കാര്യത്തെ കൂടി ഭരദ്വാജൻ നിർവചിക്കുന്നത് അതൊരു ദൈവത്തിൻ്റെ ഒരു പ്രത്യേക അല്ലെങ്കിൽ ഒരു അനുഗ്രഹം കൊണ്ട് ഉണ്ടാകുന്നൊരു സംഭവമല്ല. പല വസ്തുക്കളും കൂടിച്ചേരുമ്പോൾ ആ വസ്തുവിലില്ലാത്ത ഗുണം കൂടിച്ചേർന്നതിന് ശേഷം ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള പദാർത്ഥങ്ങൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ മാത്രമാണ് മനസ്സ് എന്ന് പറയുന്നു. ബീജമാത്രം പുരാസൃഷ്ടം ഏതത് പരിവർത്തതേ മൃതാഹ പ്രണശ്യന്തി ബീജാത് ബീജം പ്രവർത്തതേ. അതാണ് ഭരദ്വാജൻ സ്ഥാപിച്ച് വയ്ക്കുന്നത്. ആ തർക്കത്തിന്റെ അവസാനം രൈഭ്യ മഹർഷി വിജയിക്കുന്നതായിട്ടാണ് കഥയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. അതൊരു പക്ഷേ മഹാഭാരതം കഥ പറയുന്ന ആളുടെ അല്ലെങ്കിൽ അതിൻ്റെ ദർശനത്തിന്റെ ആവശ്യമായിരിക്കാം. പക്ഷെ ഇന്ന് നമ്മൾ വീണ്ടും ആ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പം രൈഭ്യ മഹർഷി ആത്മാവ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടി രൈഭ്യ മഹർഷി പറയുന്ന വാദങ്ങളെക്കാളും കൊണ്ടുവരുന്ന ഉദാഹരണങ്ങളെക്കാളും പ്രസക്തമായിട്ടുള്ളത് ഭരദ്വാജന്റെ ദർശനമാണ്, ഭരദ്വാജന്റെ ന്യായീകരണങ്ങളാണ്, ഭരദ്വാജന്റെ ഉദാഹരണങ്ങളാണ് എന്ന് കാണാൻ സാധിക്കും. എല്ലാവരെയും ഈശ്വരൻ അഥവാ പ്രജാപതി സൃഷ്ടിച്ചു എന്ന് അവകാശപ്പെടുകയാണ് രൈഭ്യൻ ചെയ്യുന്നത്. അവിടെ പോലും അത് പറയുന്നത് ഈ വർണ്ണാശ്രമധർമ്മത്തിനെതിരെ ഭരദ്വാജൻ സംസാരിച്ച് തുടങ്ങുമ്പോഴാണ്. വർണ്ണാശ്രമധർമ്മം അപ്രസക്തമാണ് എന്നും മാത്രമല്ല അതിലൊക്കെ വളരെ ഒരു യുക്തി ഉപയോഗിക്കുന്നുണ്ട് ഭരദ്വാജൻ. ഈ ലോകത്ത് ലക്ഷക്കണക്കിന് ജീവികളും പ്രാണികളും വൃക്ഷങ്ങളും മൃഗങ്ങളും ഒക്കെ ഉണ്ട്. അവർക്കൊന്നുമില്ലാത്ത ഒരു ചാതുർവർണ്ണ വ്യവസ്ഥ എങ്ങനെയാണ് മനുഷ്യർക്ക് മാത്രം സാധ്യമാവുന്നതെന്ന ചോദ്യമാണ് ഭരദ്വാജൻ ഉന്നയിക്കുന്നത്. ആ ചോദ്യത്തിന്റെ മുമ്പിൽ രൈഭ്യന് മറുപടി ഇല്ലാത്തതുകൊണ്ട് രൈഭ്യൻ പറയുന്നത് എല്ലാ ജീവജാലങ്ങളും ഈശ്വരന്റെ മുമ്പിൽ തുല്യമാണ്, കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള വേർതിരിവാണ് ഉള്ളത് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ചെയ്യുന്നത്. പ്രതിഷ്ഠയിൽ കുടികൊള്ളുന്ന ഈശ്വരനെ കാണാനോ സ്പർശിക്കാനോ സാധിക്കുന്നില്ലല്ലോ, എന്നിട്ടും ആ പ്രതിഷ്ഠയിൽ ഈശ്വരനുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട് ആളുകൾ. എന്തുകൊണ്ടാണ് ജീവൻ നഷ്ടപ്പെടുമ്പോൾ നേരിട്ട് കാണാത്ത ആത്മാവ് നിലനിൽക്കുന്നു എന്ന് വിശ്വസിക്കാൻ ഇത്ര പ്രയാസം എന്നതാണ് ആഗമവാദികളുടെ മറ്റൊരു ചോദ്യം. ഈ രണ്ട് മറുവാദങ്ങൾക്കും ഒട്ടും ശക്തിയില്ല എന്നും അവ പുതിയ കാലത്ത് ഹേതുവാദത്തെ തന്നെയാണ് ന്യായീകരിക്കുന്നത് എന്നും ഇന്ന് നമുക്ക് മനസ്സിലാവും. പ്രതിഷ്ഠയിൽ കുടികൊള്ളുന്ന ഈശ്വരനുണ്ട് എന്നത്, പ്രതിഷ്ഠയിൽ ഈശ്വരനുണ്ട് എന്നുള്ളത് പോലും ഒരു സ്ഥാപിക്കപ്പെട്ട ഒരു വസ്തുതയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അതൊരു വിശ്വാസം മാത്രമാണ്. അപ്പൊ അത് വെച്ചുകൊണ്ട് പ്രതിഷ്ഠയിൽ ഈശ്വരനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് പിന്നെ മറ്റത് വിശ്വസിച്ചുകൂടെ, ആത്മാവ് നിലനിൽക്കുന്നു എന്ന് വിശ്വസിച്ചുകൂടെ എന്ന വാദം ഉന്നയിക്കുന്നതോടുകൂടി രണ്ട് തർക്കങ്ങളും അല്ലെങ്കിൽ രണ്ട് അവകാശവാദങ്ങളും തകർന്ന് പോവുകയാണ് ചെയ്യുന്നതിനർത്ഥം. ഭൗതിക പദാർത്ഥങ്ങളിൽ നിന്ന് അഭൗതികമായ സത്തകൾ ഉണ്ടാവുകയില്ല, അതിനാൽ ഭൗതികമായ ശരീരത്തിൽ നിന്ന് അഭൗതികമായ മനസ്സും ബോധവും ജന്മമെടുക്കുക സാധ്യമല്ല എന്നാണ് വിശ്വാസികളുടെ മറ്റൊരു വാദം. ഭാരതീയ ദർശനങ്ങളിൽ ഏറ്റവും പഴക്കമേറിയതാണ് സാഖ്യദർശനം. കപിലമുനിയുടെ സാഖ്യസൂത്രമാണ് അതിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം. എന്നാൽ ഇത് കണ്ടുകിട്ടിയിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്.
ഈശ്വരകൃഷ്ണൻ എന്ന ദാർശനികന്റെ സാഖ്യകാരികയാണ് വ്യാപകമായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. സാഖ്യദർശനം ദൈവത്തിന്റെ അസ്തിത്വം നിരാകരിക്കുന്നു, എന്നാൽ വേദപ്രമാണം അംഗീകരിക്കുകയും ചെയ്യുന്നു. അവിടെ വേദം എന്നതുകൊണ്ട് ഈ 4 വേദങ്ങൾ എന്നല്ല അർത്ഥമാക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. വേദം എന്ന് പറയുന്നത് വിജ്ഞാനം തന്നെയാണ്, അല്ലെങ്കിൽ മാനവ സമൂഹം ആർജിച്ച ജ്ഞാനം തന്നെയാണ്. മാനവ സമൂഹം നിരവധി കാലം ഈ ഭൂമിയിൽ ജീവിച്ച് അവരുടെ അനുഭവങ്ങളിലൂടെ കൂടി അനുഭവങ്ങളിൽ നിന്ന് സ്വരുക്കൂട്ടി വെച്ച വിജ്ഞാനമുണ്ടല്ലോ, ആ ജ്ഞാനത്തെയാണ് വേദം എന്ന വിത്ത് എന്ന ധാതുവിൽ നിന്നുണ്ടായ, അറിവ് എന്ന ധാതുവിൽ നിന്നുണ്ടായ വേദം എന്ന വാക്കുകൊണ്ട് സാഖ്യദർശനം സൂചിപ്പിക്കുന്നത്. പ്രകൃതി പുരുഷ എന്നീ 2 യാഥാർത്ഥ്യങ്ങളെയാണ് സാഖ്യം മുന്നോട്ട് വെക്കുന്നത്. പ്രപഞ്ചത്തിൽ അനേകം പുരുഷകളുണ്ട് എന്നും അവയുടെ മോക്ഷത്തിനും നിലനിൽപ്പിനുമായി പ്രകൃതി അനസ്യൂതം പരിണമിക്കുമെന്നുമാണ് സാഖ്യദാർശനികന്മാർ വാദിക്കുന്നത്. ആ അർത്ഥത്തിൽ സാഖ്യദാർശനികർ പരിണാമവാദികളാണ്. ഒരർത്ഥത്തിൽ അവർ പരിണാമവാദികളാണ് എന്ന് പറയാം. എല്ലാറ്റിൻ്റെയും ബീജമാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ് ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഭരദ്വാജൻ ഉന്നയിച്ചതുപോലെ ഈ സാഖ്യദർശനത്തിന്റെ അടിസ്ഥാനമായിട്ട് പറയുന്നു. മറ്റെല്ലാം പരിണമിച്ചുണ്ടായതാണ് എന്നും പറയുന്ന ഭരദ്വാജന്റെ വാദങ്ങളിൽ പരിണാമവാദത്തിന്റെ ഈ ഒരു മിന്നാട്ടം നമുക്ക് കാണാൻ സാധിക്കും. മോക്ഷം നേടുന്നതിന് സാഖ്യദർശനം കർമ്മത്തെക്കാൾ ജ്ഞാനത്തിനാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്. പഞ്ചശിഖന്റെ വാദങ്ങളിൽ ഒരേ സമയം വൈദിക ബ്രാഹ്മണരുടെ നിലപാടിനോടും നാസ്തികരുടെ നിലപാടിനോടുമുള്ള വിയോജിപ്പ് നമുക്ക് കാണാൻ സാധിക്കും ഈ നേരത്തെ തർക്കത്തിൽ. സമ്പന്നരുടെ വരുമാനത്തിലെ അതിരിക്തം അഥവാ മിച്ചമൂല്യം അകിഞ്ചനന്മാരായ ദരിദ്രനാരായണന്മാർക്ക് പങ്കിട്ട് കൊടുക്കാൻ രാജാക്കന്മാരോട് നിർദ്ദേശിക്കുന്നുണ്ട് ശാന്തിപർവം. അങ്ങനെ പങ്കിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയാണ് വണിക്കുകൾക്കും പണം പലിശയ്ക്ക് കൊടുക്കുന്നവർക്കുമൊക്കെ വിധാതാവ് സമ്യക്കാം വിധം അധികമായ തോതിൽ സമ്പത്തു നൽകുന്നത് എന്നാണ് ഭീഷ്മർ പറയുന്നത്, യുധിഷ്ഠിരനോട് പറയുന്നത്. വലിയ തോതിൽ ഗോക്കളെ ബലി നൽകിക്കൊണ്ടുള്ള വൈദിക മതത്തിന്റെ യജ്ഞ സംസ്കാരവും അത്തരം യജ്ഞങ്ങളെ എതിർക്കുകയും അഹിംസയിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്യുന്ന ബുദ്ധ ജൈന ദർശനങ്ങളും തമ്മിൽ നടക്കുന്ന സമന്വയത്തിന്റെ സൂചനയും നമുക്ക് ശാന്തിപർവത്തിൽ കാണാൻ സാധിക്കും. ഒരുപക്ഷെ ഇന്ത്യയിൽ ബുദ്ധമതത്തിന്റെ പ്രസക്തി തന്നെ നഷ്ടപ്പെടുത്തിയതും ഈ സമന്വയമായിരിക്കാമെന്ന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. കാലം അഥവാ സമയത്തിന്റെ അതിസൂക്ഷ്മ തലം മുതൽ സംവത്സരം വരെയുള്ള അളവിനെ നിർവചിക്കുകയാണ് പിന്നീട് വ്യാസൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ സംശയത്തിന് മറുപടിയായിട്ട് ഈ ശാന്തിപർവത്തിൽ വരുന്നത്. കാസ്താ നിമേഷാ ദശപഞ്ചജൈവ ത്രിശത്തു കാസ്താ ഗണയേത്കലാന്താം ത്രിശം കലശ്ചാഭിഭവേൻ മുഹൂർത്തോ ഭാഗ കലായാ ദശമശ്ചയസ്യാത് ത്രിംശൻ മുഹൂർത്തശ്ച ഭവേത് അഹശ്ച രാത്രിശ്ച സംഖ്യാ മുനിഭി പ്രണീതി മാസ സ്മൃതോ രാത്ര്യന്യീജ ത്രിംശത് സംവത്സരോ ദ്വാദശമാസ ഉക്ത സംവത്സരം ദ്വേ അയനേ വദന്തി സംഖ്യാവിദോ ദക്ഷിണമുത്തരം ച അഹോരാത്രേ വിഭജതേ സൂര്യോ മാനുഷ ലൗകികേ രാത്രി സ്വപ്നായ ഭൂതാനാം ചേഷ്ടായൈ കർമ്മണാം അഹർ. 15 തവണ കണ്ണിന്റെ ഇമ അടയ്ക്കുന്ന സമയത്തെയാണ് ഒരു കാസ്ത എന്ന് നിർവചിച്ചിരിക്കുന്നത്. അങ്ങനെ 30 കാസ്തകൾ ചേർന്നാൽ ഒരു കല. കാസ്താ നിമേഷ ദശ പഞ്ചജൈവ ത്രിശത്തു കാസ്താ ഗണയത് കലാംതു. അങ്ങനെ 30 കാസ്തകൾ ചേർന്നാൽ ഒരു കലയും 30 കാസ്തകൾ ചേർന്നാൽ ഒരു കല, 30 കലയും ഒരു കലയുടെ 10-1 ചേർന്നാൽ ഒരു മുഹൂർത്തം, 30 മുഹൂർത്തങ്ങൾ ചേരുന്നതാണ് ഒരു ദിനവും രാത്രിയും അഥവാ ഒരു ദിവസം, 30 രാവും 30 പകലും കൂടിയതാണ് ഒരു മാസം, 12 മാസം ഒരു വർഷം. ഇങ്ങനെയാണ് കാലത്തെ വർഷക്രമത്തിൽ വിഭജിക്കുന്നത്. ഉത്തരായനമെന്നും ദക്ഷിണായനമെന്നും വർഷത്തെ 2ആയി വിഭജിക്കാമെന്നാണ് സാഖ്യശാസ്ത്രത്തിൽ നൈപുണ്യമുള്ളവർ പറയുന്നത്. മനുഷ്യരുടെ ലൗകിക ജീവിതത്തിന് ഉതകുന്ന തരത്തിൽ സൂര്യനാണ് ദിവസത്തെ രാത്രിയും പകലും ആയി വിഭജിക്കുന്നത് എന്നും പറഞ്ഞിരിക്കുന്നു. രാത്രി എല്ലാ ജീവജാലങ്ങളുടെയും ഉറക്കത്തിനും പകൽ കർമ്മത്തിനു വേണ്ടിയുള്ളതാണ് എന്ന തരത്തിലാണ് നിർവഹിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ടൈമിനെ കുറിച്ചുള്ള ഈ നമ്മുടെ സമയത്തിന്റെ ഏറ്റവും ചെറിയ
കണിക മുതൽക്ക് അതിൻ്റെ വലിയ വർഷം വരെയുള്ള, സംവത്സരം വരെയുള്ള, വലിയ കണികകൾ വരെയുള്ള അടയാളപ്പെടുത്തൽ, അതിന് ഒരു കാലഗണനയുടെ അത്രയും സൂക്ഷ്മമായിട്ടുള്ളൊരു സാധനം നമുക്കിവിടെ കാണാൻ സാധിക്കും. എല്ലാ മനുഷ്യരും ധർമ്മത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. എന്താണ് യഥാർത്ഥത്തിൽ ധർമ്മം എന്ന് യുധിഷ്ഠിരൻ പിന്നീട് ചോദിച്ചു. എന്താണ് ധർമ്മം എന്ന് ഭീഷ്മരപ്പോ വിവരിക്കുകയാണ്. സത് ആചര സ്മൃതിർ വേദാസ്ത്രിവിധം ധർമ്മലക്ഷണം ചതുർത്ഥം അർത്ഥം വിദ്യാഹു കവയോ ധർമ്മലക്ഷണം. സദ്വൃത്തർ അഥവാ മനസ്സിൽ നന്മയുള്ള മനുഷ്യർ പ്രവർത്തിക്കുന്ന രീതിയാണ് ഒന്ന്. സ്മൃതികൾ അഥവാ മാനവ സമൂഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ജ്ഞാനമാണ് മറ്റൊന്ന്. വേദങ്ങൾ അഥവാ ഈ രൂപീകരിച്ചു വച്ചിരിക്കുന്ന ജ്ഞാനത്തിന്റെ കൃതികളാണ് വേദങ്ങൾ. ഇവ മൂന്നും ചേർന്നാണ് ധർമ്മത്തെ നിർണയിക്കുന്നത് എന്നാണ് ഭീഷ്മരുടെ വാദം. അപ്പോൾ വേദം മാത്രമാണ് പ്രമാണം എന്നതിനെ ഭീഷ്മർ ഇവിടെയും തള്ളിക്കളയാണ് ചെയ്യുന്നതെന്നർത്ഥം. വേദം മാത്രമല്ല പ്രമാണം, മനുഷ്യർ ജീവിച്ച ജീവിതമുണ്ടല്ലോ, ധർമ്മനിഷ്ഠയുള്ള മനുഷ്യർ ജീവിച്ച ജീവിതം, ആ ജീവിതം വേദത്തിന്റെ പ്രമാണമാണ്. മനുഷ്യന്റെ ജ്ഞാനം, അറിവുകൾ വേദത്തിന്റെ പ്രമാണമാണ്. വേദവും ഈ പ്രമാണമാണ്. ഇതെല്ലാം ധർമ്മത്തെ നിർണയിക്കുന്നു എന്നാണ് ഭീഷ്മരുടെ വാദം. അപ്പം വേദം പ്രമാണം എന്ന ഒരു ഷാഢ്യത്തെ ഭീഷ്മർ ഇവിടെയും നിരാകരിക്കുന്നുണ്ട് എന്നർത്ഥം. മാനവ സമൂഹത്തിന്റെ അനുഭവങ്ങൾക്കും ചരിത്രത്തിനും നന്മയുള്ള മനുഷ്യർ ആചരിച്ചു കാണിക്കുന്ന മാതൃകകൾക്കുമൊക്കെ വേദത്തോടൊപ്പം തന്നെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഭീഷ്മർ എന്നർത്ഥം. നഹർത്തവ്യം പരധനം ഇതി ധർമ്മ സനാതന മന്യന്തേ ബലവന്തസ്തം ദുർബലൈഹി സംപ്രവർത്തിതം യഥാ നിയതി ദൗർബല്യം അധൈഷം ഏവ രോചതേ. ശാന്തിപർവ്വത്തിലെ 251 അധ്യായത്തിലെ 12 ശ്ലോകം. പരന്റെ ധനം അപഹരിക്കരുത് എന്നതാണ് സനാതനമായ ധർമ്മം. ബലവാന്മാർ കരുതുന്നത് ഇത് ദുർബലർ നടപ്പിലാക്കുന്ന നീതിയാണ് എന്നാണ്. പക്ഷെ നിയതി ബലവാന്മാരെ ദുർബലരാക്കുമ്പോൾ ഈ നീതി അവർക്കും അംഗീകരിക്കാൻ സാധിക്കും എന്ന് നിരീക്ഷിക്കുന്നുണ്ട് ഭീഷ്മര്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മാർക്കണ്ഡേയ മഹർഷി പറയുന്ന സനാതന ധർമ്മമല്ല യുധിഷ്ഠിരൻ എന്ന രാജാവിനോട് ഭീഷ്മർ ഉപദേശിക്കുന്ന സനാതന ധർമ്മം. മാർക്കണ്ഡേയ മഹർഷി പറയുന്ന സനാതന ധർമ്മം എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥ തന്നെയാണ്. ബ്രാഹ്മണൻ ബ്രാഹ്മണന്റെ പണി ചെയ്യുക, ക്ഷത്രിയൻ ക്ഷത്രിയന്റെ പണി ചെയ്യുക, ശൂദ്രൻ ശൂദ്രന്റെ കർമ്മം ചെയ്യുക, വൈശ്യൻ വൈശ്യന്റെ കർമ്മം ചെയ്യുക. ഇങ്ങനെ എല്ലാവരും അവരവരുടെ ജാതി അനുഷ്ഠിച്ചുള്ള വർണ്ണം അനുസരിച്ചുള്ള കർമ്മങ്ങൾ മാത്രം ചെയ്ത് ജീവിക്കുന്നതിനെയാണ് സനാതനമായിട്ടുള്ള ധർമ്മമായിട്ട് മാർക്കണ്ഡേയ മഹർഷി അടയാളപ്പെടുത്തുന്നത്. പക്ഷെ ഇവിടെ ഭീഷ്മർ പറയുന്ന സനാതന ധർമ്മം എന്താണ്? അതല്ല. ന ഹർത്തവ്യം പരധനം ഇതി ധർമ്മ സനാതന. പരന്റെ ധർമ്മം അപഹരിക്കരുത്, അന്യന്റെ മുതൽ കട്ടെടുക്കരുത്, ചൂഷണം ചെയ്യരുത് എന്നർത്ഥം. മാർക്സിയൻ കാഴ്ചപ്പാടിലൊക്കെ പറയുമ്പോൾ ചൂഷണം ചെയ്യരുത് എന്ന് തന്നെയാണ്, അന്യനെ ചൂഷണം ചെയ്യരുത് എന്ന് തന്നെയാണ് ഭീഷ്മർ പുതിയ രാജാവിനോട് ഉപദേശിക്കുന്ന അർത്ഥം. ഹർത്തവ്യം പരധനം ഇതി ധർമ്മ സനാതന. ഇതാണ് സനാതനമായിട്ടുള്ള ധർമ്മം. പക്ഷെ ഈ ധർമ്മത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്? മന്യന്തേ ബലവന്തസ്തം ദുർബലേഹി സംപ്രവർത്തിതം. ബലവന്മാർ ഇതിനെപ്പറ്റി എന്താണ് കരുതുന്നത്? ഇത് ദുർബലർ നടപ്പിലാക്കുന്ന നീതിയാണ് എന്നാണ്. കാരണം ഹരിക്കാൻ ശ്രമിക്കുമ്പോൾ, പിടിച്ചു പറിക്കാൻ ശ്രമിക്കുമ്പോൾ ബലമില്ലാത്ത ആളുകൾക്ക് അതിനെ ചെറുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പരന്റെ ധനം അപഹരിക്കരുത് എന്ന് പറയുമ്പോൾ, അന്യരോട് അതിക്രമം കാണിക്കരുത് എന്ന് പറയുമ്പോൾ, അത് ശക്തിയില്ലാത്തവന്റെ, തോറ്റുപോകാനിടയുള്ളവന്റെ വിജയത്തിന് വേണ്ടി അല്ലെങ്കിൽ അവന്റെ രക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു നീതിയാണ് എന്ന് ബലവാന്മാർ പറയാറുണ്ട്. അതിന് ഭീഷ്മർ പറയുന്ന മറുപടി എന്താണ്? യഥാ നിയതി ദൗർബല്യം അധൈഷമേവ രോചതേ. ഈ നിയതി ബലവാന്മാരെ ഏതെങ്കിലും കാലത്ത് ദുർബലരാക്കി മാറ്റുകയാണെന്ന് വയ്ക്കാം, അപ്പൊ അവരെയും ഈ നീതി സംരക്ഷിക്കും എന്ന് വെച്ചാൽ ഭീഷ്മർ ആവർത്തിച്ച് പറഞ്ഞുറപ്പിക്കുന്നത് ദുർബലരെ സംരക്ഷിക്കൽ തന്നെയാണ് സനാതന ധർമ്മം എന്നാണ്. മത്സരത്തിൽ ജയിക്കാൻ ഇടയില്ലാത്തവരെ സംരക്ഷിക്കൽ തന്നെയാണ് സനാതന ധർമ്മം, അതാണ് സംസ്കാരം എന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട് ഭീഷ്മര് ശാന്തിപർവ്വത്തിന്റെ 251 ശ്ലോകത്തിൽ, 51 അധ്യായത്തിലെ 12 ശ്ലോകത്തിൽ. യത് അന്യേർ വിഹിതം നേച്ചത് ആത്മന കർമ്മപൂരുഷ നതത് പരേഷു കുർവീത ജാനന്ന അപ്രിയമാത്മന
ജീവിതും യഃ സ്വയം വേച്ഛത് കഥം സോ അന്യം പ്രഘാതയേത് യത് യത് ആത്മനൈച്ഛേ തത് പരസ്യാപി ചിന്തയേത് അതിരിക്തൈഹി സംവിഭജേത് ഭോഗേർ അന്യാൻ അകിഞ്ചനാൻ ഏതസ്മാത് കാരണാത് ധാത്ര കുസീതം സംപ്രവർത്തിതം. ശാന്തിപർവത്തിലെ 251 അധ്യായത്തിലെ 19 മുതലുള്ള ശ്ലോകങ്ങളാണ്. അന്യർ നമ്മോട് പെരുമാറുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്തത് എന്താണോ ആ രീതിയിൽ നാം ഒരിക്കലും അന്യരോടും പെരുമാറരുത്. യത് അന്യേർ വിഹിതം നേ ഇച്ഛത് ആത്മന കർമ്മപൂരുഷ നതത് പരേഷു കുർവീത ജാനൻ അപ്രിയം ആത്മന. ഇതാണ് ഭീഷ്മർ യുധിഷ്ഠിരനെ ഉപദേശിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏറെക്കുറെ ഇതിനോട് സമാനമായിട്ടുള്ള ആശയം വരുന്ന ഒരു വാക്യം, ബൈബിളിൽ നിന്നുള്ള വാക്യം നമുക്ക് പള്ളിയുടെ ചുമരിലൊക്കെ എഴുതി വെച്ച് നമുക്ക് കാണാൻ സാധിക്കും. അന്യർ നിങ്ങളോട് പെരുമാറുന്നത് നിങ്ങൾക്ക് ഏതു തരത്തിൽ പെരുമാറിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ആ തരത്തിൽ നിങ്ങൾ അവരോട് പെരുമാറരുത് എന്ന് എഴുതി വെച്ച് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ അടിസ്ഥാന പ്രമാണം നേരത്തെ പറഞ്ഞിരിക്കുന്ന ബലമില്ലാത്തവരെ സംരക്ഷിക്കണമെന്ന ആ കാര്യം തന്നെയാണ്. നാം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ഇച്ഛിക്കുന്നവയോ ഉണ്ടോ അവയൊക്കെ അന്യരുടെ ജീവിതത്തിലും ഉണ്ടാകണം എന്ന് മനസ്സിലാക്കിയാണ് പെരുമാറേണ്ടത് എന്ന് തുറന്നു പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ, നല്ല ഭക്ഷണം, നല്ല പാർപ്പിടം, നല്ല താമസം, നമ്മളോട് മാന്യമായ പെരുമാറ്റം, ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അന്യരോടും അങ്ങനെ തന്നെ പെരുമാറണം എന്ന് വളരെ വിശാലമായ അടിസ്ഥാനത്തിൽ ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിലും ജനാധിപത്യത്തിലും ഒരു മാനവ മൈത്രിയിലും വിശാലമായിട്ടൊരു മാനവ മൈത്രിയിലൊക്കെ ഊന്നിയ ഉപദേശമാണ് യുധിഷ്ഠിരൻ ഈ 251 ശ്ലോകത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. നല്ല കാലം നമുക്ക് മാത്രം ഉണ്ടായാൽ പോരാ, സമൂഹത്തിൽ എല്ലാവർക്കും ഉണ്ടാവണം എന്ന് അർത്ഥം. അഥവാ സൗഭാഗ്യങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ സ്വപ്നങ്ങൾ വ്യക്തിനിഷ്ഠമാകരുത്, സമൂഹനിഷ്ഠമായിരിക്കണമെന്നാണ് ഭീഷ്മർ പറയുന്നത്. എല്ലാവരും സന്തോഷത്തോടെയും ക്ഷേമത്തോടെയും കഴിയുന്ന ഒരു സമൂഹത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണ് ഭീഷ്മർ ഇവിടെ ഹസ്തിനപുരത്തിന്റെ പുതിയ ഭരണാധികാരിയുമായിട്ട് പങ്കുവെക്കുന്നത് എന്നർത്ഥം. നമുക്ക് ലഭ്യമാകുന്ന സൗഭാഗ്യങ്ങളൊക്കെയും സമൂഹത്തിലെ എല്ലാവർക്കും ലഭ്യമാകണം എന്ന് കേവലമായിട്ട് പറഞ്ഞു പോവുക മാത്രമല്ല ഭീഷ്മർ ചെയ്യുന്നത്. അതിനുള്ള മാർഗത്തെക്കുറിച്ചും ഭീഷ്മർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. അധികമായി കൈവശം വരുന്ന സമ്പത്തു വിഭജിച്ച് അകിഞ്ചനന്മാരുടെ അഥവാ ദരിദ്രരുടെ ഉപയോഗത്തിനായി നൽകേണ്ടതാണ് എന്ന് ഭീഷ്മർ നിർദ്ദേശിക്കുന്നുണ്ട്. അതാണ് അതിരിക്തം എന്ന് പറഞ്ഞിരിക്കുന്നത്. ജീവിതും യസ്വ സ്വയം ചേ ഇച്ഛത് കഥം സ്വ അന്യം പ്രഘാതയേത് യത് യത് ആത്മന ഇച്ഛേത തത് പരസ്യാവി ചിന്തയേത്. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടാവണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അതൊക്കെ പരനും ഉണ്ടാവണം, അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അതിനെന്താ ചെയ്യേണ്ടത്? അതിരിക്തൈഹി സംവിഭജേത്. അതിരിക്തം, മിച്ചമായിട്ട് വരുന്നത്, നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് മിച്ചമായിട്ട് വരുന്നത്, നമ്മൾ സമ്പാദിച്ചതിൽ നിന്നും നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഇത് സമ്പത്തെടുത്തതിന് ശേഷം മിച്ചമായിട്ട് വരുന്നത്, അതിനെയാണ് അതിരിക്തം എന്നോട് പറഞ്ഞിരിക്കുന്നത്. അതിരിക്തൈഹി സംവിഭജേത്. വിഭജിച്ച് നൽകണം. എങ്ങനെയാണ് വിഭജിച്ച് നൽകേണ്ടത്? സമ്യക്കായിട്ട്, ആർക്കും യാതൊരു പരാതിയുമില്ലാത്ത തരത്തിൽ സമ്യക്കായിട്ട് വിഭജിച്ച് മറ്റുള്ളവർക്കുടെ ഭോഗത്തിന് വേണ്ടി വിട്ടുകൊടുക്കണം. എങ്ങനെയുള്ള ആളുകളുടെ ഭോഗത്തിനാണ് വിട്ടുകൊടുക്കേണ്ടത്? അകിഞ്ചനാൻ, ഒന്നുമില്ലാത്തവരുടെ ദരിദ്രരായ മനുഷ്യരുടെ ഉപഭോഗത്തിന് വേണ്ടിയാണ് വിട്ടുകൊടുക്കുന്നത്. ഇവിടെയും ഇതുവരെ പറഞ്ഞ മഹാഭാരതത്തിൽ ഇതുവരെ പറഞ്ഞ ഉപദേശങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു കാര്യം പറയുന്നത്. ഇതുവരെ ദാനം എന്ന് പറയുന്നത് പലപ്പോഴും ബ്രാഹ്മണർക്ക് കൊടുക്കുന്ന ദാനത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇവിടെ ഈ 19, 20, 21 ശ്ലോകങ്ങളിൽ പറയുന്നത് അകിഞ്ചനന്മാർക്ക്, ഒന്നുമില്ലാത്തവർക്ക്, ദരിദ്രനാരായണന്മാർക്ക് കൊടുക്കേണ്ട ആവശ്യത്തെക്കുറിച്ചാണ്. യത് യത് ആത്മനൈച്ഛേദ തത് പരസ്യാപി ചിന്തയേത് അതിരിക്തൈഹി സംവിഭജേത് ഭോഗേർ അന്യാൻ അകിഞ്ചനൻ. അങ്കിഞ്ചനന്മാരായിട്ടുള്ള അന്യർക്ക് ഭുജിക്കുന്നതിന് വേണ്ടി, അവരുടെ ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടി സമ്യക്കായിട്ട് വിഭജിച്ച് നൽകണം. എന്ത്? അതിരിക്തം. ഏതസ്മാത് കാരണ ധാത്ര കുസീതം സംപ്രവർത്തിതം. മാത്രമല്ല, എന്തുകൊണ്ടാണ് ഈ അതിരിക്തം വിഭജിച്ച് നൽകണം എന്ന് പറയുന്നത്? അതിനു വേണ്ടിയാണ് വിധാതാവ്
ചില ആളുകളുടെ കയ്യിൽ സമ്പത്ത് അധികം നൽകിയിരിക്കുന്നത് എന്നൊരു വാദം കൂടി ഭീഷ്മർ ഇവിടെ ഉന്നയിക്കുന്നുണ്ട്. സമൂഹത്തിൽ അകിഞ്ചനന്മാരുടെ അഥവാ ആവശ്യത്തിന് വേണ്ടവയൊന്നും ഇല്ലാത്ത ദരിദ്രനാരായണന്മാരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് വിധാതാവ് ചിലരുടെ സമ്പത്ത്, കുസീതം എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അഥവാ പലിശയും വാണിജ്യവും അടക്കമുള്ള മാർഗങ്ങളിലൂടെ ക്രമാതീതമായിട്ട് വർദ്ധിപ്പിക്കുന്നത് എന്ന് ഭീഷ്മർക്ക് അഭിപ്രായമുണ്ട്. അതിരിക്തൈഹി സംവിഭജയത്, അതിരിക്തമായത് സമ്യക്കായി വിഭജിക്കണമെന്നാണല്ലോ ഭീഷ്മർ നിർദ്ദേശിച്ചിരിക്കുന്നത്. മിച്ചമൂല്യത്തിന്റെ ഒരു അധികം ഒരു മിച്ചമൂല്യത്തിന്റെ മാർക്സും ഏംഗൽസും അവതരിപ്പിക്കുന്ന മിച്ചമൂല്യ സിദ്ധാന്തത്തിന്റെ വേറെ ഒരു രൂപം നമുക്കിതിൽ കാണാൻ സാധിക്കും. അതിന്റെ സാമ്പത്തിക ശാസ്ത്രം അത്ര വിശദമായിട്ട് പറയുന്നില്ലെങ്കിൽ പോലും ആവശ്യത്തിൽ, നിങ്ങൾക്ക് ആവശ്യമുള്ളതിൽ കവിഞ്ഞ് ബാക്കി വരുന്നത് അന്യർക്ക് വീതം വെച്ച് കൊടുക്കാനുള്ളതാണ്, നിങ്ങൾക്ക് സ്വത്ത് കൂട്ടി വെക്കാനുള്ളതല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ചഞ്ചലം തരളം ജൈവ പാരിപ്ലവ പരിപ്ലവേ അതിരിക്ത സമധികോ ദൃഢസന്ധിസ്തു സംകഥ എന്നാണ് അമരകോശം ഈ അതിരിക്തം എന്ന വാക്കിനെ നിർവചിക്കുന്നത്. ഗമിക്കുന്നത്, ഇളകുന്നത്, തരിക്കുന്നത്, അതിരേജിച്ചത് അഥവാ വിരേജിച്ചത്, സമ്യക്കാവണ്ണം അധികമായത്, കവിഞ്ഞത്, വർദ്ധിച്ചത്, അത്യന്തം അധികമായത് എന്നൊക്കെയാണ് അർത്ഥം. എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം ചെയ്തു, ഒരു തൊഴിൽ ചെയ്തു, അതിൽ നിന്ന് കുറച്ച് വരുമാനം ഉണ്ടായി, നമുക്ക് ആവശ്യമുള്ളത് മുഴുവൻ എടുത്തതിന് ശേഷം ബാക്കി വരുന്ന ലാഭം ഉണ്ടല്ലോ, മിച്ചമൂല്യം എന്നൊക്കെ പിൽക്കാലത്ത് നമ്മൾ പറയുന്നത്, അതിനെ തന്നെയാണ് അതിരിക്തം എന്ന വാക്കുകൊണ്ട് ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത്. എന്തിനെ കവിഞ്ഞു നിൽക്കുന്നത് എന്ന ചോദ്യം സ്വാഭാവികമാണല്ലോ. കവിഞ്ഞു നിൽക്കുന്നതൊക്കെ പറയുമ്പോൾ ഒരു ഉൽപ്പന്നത്തിന്റെ കരം തീരുമാനിക്കുമ്പോൾ ആ ഉൽപ്പന്നം നിർമ്മിക്കാൻ ചെലവായ തുകയും നിർമ്മാതാവിന് ജീവിക്കാൻ ആവശ്യമായ തുകയുമൊക്കെ രാജാവ് പരിഗണിച്ചിരിക്കണം എന്ന് മുമ്പൊരിക്കൽ ഭീഷ്മർ സൂചിപ്പിച്ചിട്ടുണ്ട്. ഉൽപ്പന്നത്തിന് എങ്ങനെയാണ് നികുതി വിധിക്കേണ്ടത് എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ അർത്ഥം ഒരു ഉൽപ്പന്നമോ സേവനമോ ഏർപ്പെടുത്താൻ ആവശ്യമായ തുകയും അധ്വാനവും ആ ജോലി ചെയ്യുന്ന ആൾക്ക് ജീവിക്കാൻ ആവശ്യമായ തുകയും കണക്കാക്കി അതിനെയും കവിഞ്ഞു നിൽക്കുന്നതാണ് അതിരിക്തം എന്നാണ്. അതിരിക്തം എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മിച്ചമൂല്യം എന്ന വാക്കിനോട് ഏറെക്കുറെ ചേർന്നു നിൽക്കുന്ന അർത്ഥബോധത്തോടെയാണ് എന്നർത്ഥം. അപ്പൊ അതിരിക്തം സമൂഹത്തിലെ അകിഞ്ചനന്മാർക്ക് വീതം വെച്ച് നൽകണം എന്ന് പറയുമ്പോൾ അതിരിക്തം അത് കൈവശം വെച്ചിരിക്കുന്നവരുടേതല്ല, സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറയാനാണ് ഇവിടെ ഭീഷ്മർ ശ്രമിക്കുന്നത് എന്നർത്ഥം. ഇത് ഈ ഒരു കാര്യം അതിൽ ഈ ശ്ലോകത്തിന് മഹാഭാരതം ഇതുവരെ പറഞ്ഞു വെച്ച കഥയും പറഞ്ഞു വെച്ച ദർശനങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ദൂരവ്യാപകമായിട്ട് വളരെ വലിയൊരു ചേഞ്ചാണ്, ഒരു എന്താ പറയുക, ഒരു വിപ്ലവാത്മകമായിട്ടൊരു ചേഞ്ചാണ്, ഒരു മാറ്റമാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഒന്നാമത്തെ ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പമാണ്, സമൂഹത്തിലെ മുഴുവൻ മനുഷ്യർക്കും ഭക്ഷണവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നത്. രണ്ടാമത് സ്വത്ത് കുന്നുകൂട്ടി വയ്ക്കുന്നതിന്, കുറച്ച് ആളുകൾ സമ്പത്ത് കേന്ദ്രീകരണം നടത്തുന്നതിനെതിരായിട്ടുള്ളൊരു ദർശനമാണ് അവതരിപ്പിക്കുന്നത്. മൂന്നാമത് ഈ അധികമായിട്ടുള്ള വസ്തു അകിഞ്ചനന്മാർക്ക് കൊടുക്കണമെന്ന് പറയുമ്പം അത് ആരെങ്കിലും ചെയ്യുന്ന ഔദാര്യമല്ല, അവരുടെ അവകാശമാണ് എന്ന് സ്ഥാപിക്കുന്നുണ്ട് ഭീഷ്മരുടെ. എല്ലാ ജീവജാലങ്ങളോടുമുള്ള അനുകമ്പയോടെ വിജഗ്നു എന്ന ഒരു രാജാവ് പണ്ട് കൈക്കൊണ്ട സമീപനത്തെക്കുറിച്ചാണ് ഭീഷ്മർ പിന്നീട് യുധിഷ്ഠിരനോട് പറയുന്നത്. യജ്ഞശാലയിലെ ബലി തടയുകയായിരുന്നു വിജഗ്നു ചെയ്തത്. മൃഗബലി പണ്ട് കാലത്ത് യജ്ഞങ്ങളിൽ പതിവുണ്ടായിരുന്നു എന്നും പിൽക്കാലത്ത് ബുദ്ധമതത്തിന്റെയും ജൈനമതത്തിന്റെയും മറ്റും സ്വാധീനത്താലാണ് ബ്രാഹ്മണർ ഹിംസാവിരോധികളായി മാറിയത് എന്നും നമ്മൾ മുമ്പ് സൂചിപ്പിച്ചു കഴിഞ്ഞു. ചരിത്ര ഗവേഷകരും അത്തരത്തിൽ പറയാറുണ്ട്. അതിന് തെളിവ് നൽകുന്ന കഥകൾ മഹാഭാരതത്തിലും രാമായണത്തിലുമൊക്കെ ദുർലഭമായിട്ട് മാത്രമേ കാണാറുള്ളൂ. എന്നാൽ ഇവിടെ യജ്ഞശാലയിൽ ബലിയർപ്പിക്കാൻ സജ്ജമാക്കി നിർത്തിയ മൃഗങ്ങളുടെ ദയനീയമായ അവസ്ഥ കണ്ട് മനസ്സലിഞ്ഞ് വിജഗ്നു എന്ന് പറയുന്ന ഒരു രാജാവ് മൃഗബലി തടയുന്നതായിട്ടാണ് ഈ കഥയിൽ വിവരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കഥയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് പറയാം. അത്രാപി ഉദാഹരണന്തിമാം ഇതിഹാസം പുരാതനം പ്രജാനാം അനുകമ്പാർത്ഥം ഗീതം രാജ്ഞ വിജഗ്നുന ചിന്നസ്തൂനം വൃഷം ദൃഷ്ട്വാ വിരാവാം ച ഗവാം വൃഷം ഗോഗ്രഹേ യജ്ഞവാദസ്യ പ്രേക്ഷമാണ സ പാർത്ഥിവ.
സ്വസ്തി ഗോഭ്യോ അസ്തു ലോകേഷു തതോ നിർവചനം കൃതം ഹിംസായാം ഹി പ്രവൃത്തായാം ആശീർ ഏഷാനുകൽപ്പിത അവ്യവസ്ഥിത മര്യാദൈർ വിമൂഢൈർ നാസ്തികൈർ നരൈഹി സംശയാത്മഭിർ അവ്യക്തൈർ ഹിംസാ സമനുകീർത്തിത. ശാന്തിപർവ്വത്തിലെ 257 അധ്യായത്തിലെ 2 ശ്ലോകം മുതൽക്ക് തുടങ്ങുകയാണ് ഈ കഥ. വിജഗ്നു എന്ന രാജാവിന്റെ രാജ്യത്ത് ഒരു യജ്ഞശാലയ്ക്കടുത്തായിട്ട് ഗോക്കളെ കൊന്ന് യജ്ഞം നടത്തുന്നതിന് സജ്ജമാക്കിയ ഒരു ബലിപീഠം ഉണ്ടായിരുന്നു. അവിടെ ഗോക്കളിനെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ബലിപീഠത്തിനു സമീപം തളർന്നു വീണ ഒരു കാളയുടെ ശരീരവും മരണവേദനയാൽ പിടയുന്ന നിരവധി ഗോക്കളുടെ ആർത്തുകരച്ചിലും രാജാവ് കേൾക്കാനിടയായി. ചിന്നസ്തൂനം വൃഷം ദൃഷ്ടുവ വിരാവാം ച ഗവാം വൃഷം. അപ്പൊ അവിടെ വൃക്ഷവും ഉണ്ട്, ഗോവും ഉണ്ട്, പശുക്കളും ഉണ്ട്. ഗോവധം നിരോധിച്ചിട്ടില്ല അക്കാലത്ത് എന്നർത്ഥം. യജ്ഞത്തിന് ഗോക്കളെ കൊല്ലുന്നുണ്ടെന്ന് കൃത്യമായിട്ട് തന്നെയാണ് പറയുന്നത്. ഗോക്കളെ മാത്രമല്ല, കാളയും കൊല്ലുന്നുണ്ട്. മരണവേദനയാൽ പിടയാണ് ഗോക്കള്. ബലിപീഠത്തിന് സമീപത്ത് തളർന്നു വീണ് കിടക്കുകയാണ് കാള. ചിന്നസ്തൂനം വൃഷം ദൃഷ്ട്വാ വിരാവാം ച ഗവാം വൃഷം ഗോഗ്രഹി യജ്ഞവാദസ്യ പ്രക്ഷമാണ സ പാർത്ഥിവ. ഗോഗ്രഹത്തിന്റെ യജ്ഞവാടത്തിന് മുമ്പിലാണ് ഇത് കാണുന്നത്. രാജാവാണ് കാണുന്നത്. ഇങ്ങനെ പിടയുന്ന ഈ ജന്തുക്കളുടെ കരച്ചിൽ കേട്ടപ്പോ യജ്ഞത്തിന് സഹായിക്കാൻ അഥവാ യജ്ഞകാര്യങ്ങൾക്കായി മൃഗങ്ങളെ വധിക്കാൻ സജ്ജരായി നിൽക്കുന്ന ക്രൂരരായ ബ്രാഹ്മണരെയും അദ്ദേഹം കണ്ടു. അതുകൊണ്ടവിടെ ആ ബ്രാഹ്മണർ ഗോക്കളെ കൊല്ലാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് വിജഗ്നു ആ ഹിംസയെ തടഞ്ഞത്. രാജാവ് തന്നെ യജ്ഞത്തെ തടയുകയാണ്, ഹിംസയെ തടയാം. മാംസം മധുസുര മത്സ്യ ആസവം കിസരൗദനം ദുർത്തൈഹി പ്രവർത്തിതം ഹി ഏതൻ നൈതദ്വേദേഷു കൽപ്പിതം എന്നാണ് രാജാവ് പറയുന്നത്. മാംസം മധു സുര മത്സ്യം ആസവം തുടങ്ങിയവയൊന്നും യജ്ഞങ്ങളിൽ ഉൾപ്പെടുത്തുന്നത് വേദകൽപ്പിതമല്ല എന്നാണ് രാജാവ് പറയുന്നത്. രാജാവ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് അവയൊക്കെ സാധാരണയായിട്ട് യജ്ഞങ്ങളിൽ അർപ്പിക്കപ്പെടുന്നു എന്നതുകൊണ്ടാണല്ലോ. 2 കാലഘട്ടങ്ങളെ അടയാളപ്പെടുത്തുന്നുണ്ട് ഈ കഥ എന്ന് പറയാം. വൈദിക മതം മദ്യവും മാംസവും ഒക്കെ യജ്ഞങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഭൂതകാലവും അതിനായി അസംഖ്യം മൃഗങ്ങളെ കൊന്നൊടുക്കിയിരുന്ന ഒരു കാലവും നമുക്കിവിടെ കാണാൻ സാധിക്കും. അഹിംസയിലൂന്നി മാത്രം ഇനി യജ്ഞങ്ങൾ നടത്തിയാൽ മതി എന്ന് നിഷ്കർഷിക്കുന്ന മറ്റൊരു കാലവും ഈ കഥയിൽ വെളിപ്പെടുന്നുണ്ട്. യജ്ഞം തീർത്തും അനാവശ്യമെന്ന് നിരോധിക്കുകയല്ല രാജാവ് ചെയ്യുന്നത്. യജ്ഞത്തെ അംഗീകരിക്കുകയും അതിൻ്റെ ഹിംസാഭാവത്തെ മാറ്റി അഹിംസാ മാർഗം സ്വീകരിക്കുകയുമാണ് വിജഗ്നു ചെയ്യുന്നത് എന്നർത്ഥം. ഒരർത്ഥത്തിൽ ബുദ്ധജൈന ദർശനങ്ങളും വൈദിക ദർശനങ്ങളും തമ്മിൽ നടന്ന ദീർഘകാലത്തെ സംവാദത്തിന് ശേഷം ഇരുപാതകളും സമന്വയിക്കുകയാണ് വിജഗ്നുവിൽ എന്ന് പറയാം. കാരണം ബുദ്ധജൈന മതങ്ങൾ യജ്ഞ സംസ്കാരത്തെയും ഹിംസയെയും അംഗീകരിക്കുന്നില്ല. യജ്ഞങ്ങളോടുള്ള എതിർപ്പിന്റെ മൂലകാരണം ഹിംസയോടുള്ള എതിർപ്പായിരുന്നു. മുമ്പ് വിശദീകരിച്ചതുപോലെ യജ്ഞാവശ്യങ്ങൾക്കു വേണ്ടി നിരവധി ഗോക്കളെ കൊന്നൊടുക്കിയപ്പോൾ അത് കൃഷി ചെയ്ത് ജീവിക്കുന്ന വൈശ്യവിഭാഗത്തിന്റെ മാത്രമല്ല മൊത്തം സമൂഹത്തിന്റെയും സാമ്പത്തിക പുരോഗതിയെ പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരിക്കാം. ഹിംസയില്ലാത്ത യജ്ഞങ്ങൾ ആരംഭിച്ചതോടെ ആ എതിർപ്പിന്റെ മുന ഒടിഞ്ഞു പോവുകയും ബുദ്ധജൈന മതങ്ങളുടെ പ്രസക്തി തന്നെ നഷ്ടപ്പെടുകയും ചെയ്തിരിക്കണം എന്നർത്ഥം. ഒരു കാലത്ത് വ്യാപകമായിട്ട് പ്രചരിക്കുകയും സമീപ നാടുകളിലേക്ക് പോലും വ്യാപിക്കുകയും ചെയ്ത ബുദ്ധമതം ക്രമേണ ഇന്ത്യയിൽ നാശോന്മുഖമായതിന്റെ കാരണം ഇത്തരത്തിൽ യജ്ഞ സംസ്കാരവും അഹിംസയും തമ്മിൽ സമന്വയിച്ചുകൊണ്ട് പുതിയൊരു പാത വെട്ടിത്തെളിച്ചതും ആവാം. ബുദ്ധ സന്യാസിമാർക്കെതിരെയുള്ള അതിക്രമങ്ങളും ക്രൂരതകളൊക്കെ ഉണ്ട്, അതൊന്നും ഇല്ല എന്ന് പറയുന്നില്ല. അത് മാത്രമായിരിക്കില്ല കാരണം. ഇത്തരത്തിൽ ആശയപരമായിട്ടുള്ള ഒരു കീഴ്പ്പെടുത്തൽ, ഒരു വിഴുങ്ങൽ, ദാർശനികമായിട്ടുള്ള ഒരു വിഴുങ്ങൽ കൂടി വൈദിക മതം ബുദ്ധമതത്തിനും ജൈനമതത്തിനും എതിരെ പ്രയോഗിച്ചിരിക്കണം എന്ന് തോന്നുന്നു. ഏറെ എതിർപ്പുണ്ടാവുകയും സമൂഹത്തിൽ കലാപമോ വിപ്ലവാത്മകമായ മാറ്റമോ സംഭവിക്കുമെന്ന് വരികയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ
അത്യാവശ്യമായ ചെറിയ മാറ്റങ്ങളെ സ്വീകരിച്ചുകൊണ്ട് മൂർച്ചകളെ മയപ്പെടുത്തുകയും എന്നാൽ അധീശത്വ ഭാവം അതേപോലെ നിലനിർത്തുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ ഘടന, ഒരു സാംസ്കാരിക വിശേഷം ഇന്ത്യയിൽ വൈദിക മതം പണ്ടുകാലം മുതലേ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. സാമൂഹ്യ ഘടനയെ ആകെ ഉലയ്ക്കുന്ന വിപ്ലവങ്ങളെ അതിജീവിക്കാനുള്ള ഒരു തന്ത്രം ഇന്ത്യൻ സംസ്കാരം എല്ലാ കാലത്തും സ്വീകരിച്ചു പോരുന്നുണ്ട് എന്നർത്ഥം. അപ്പൊ യജ്ഞവും അഹിംസയും തമ്മിൽ നടക്കുന്ന ഈ സമന്വയവും അത്തരം ഒരു വിട്ടുവീഴ്ചയായി അല്ലെങ്കിൽ ഒരു കീഴ്പ്പെടുത്തലായി വേണം വിലയിരുത്താൻ. ഒരു സംഘർഷം നിലനിൽക്കുന്നുണ്ട്. ആ സംഘർഷത്തിൽ നിൽക്കുന്ന രണ്ടു കൂട്ടരും തുല്യ പ്രാധാന്യത്തോടു കൂടി അവരുടെ വാദങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നു. ജൈനമതത്തിനും ബുദ്ധമതത്തിനും അവരുടെ അഹിംസ സ്ഥാപിച്ച് എടുക്കാൻ വേണ്ടി അവരുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ ന്യായീകരണമുണ്ട്. യജ്ഞങ്ങൾക്കെതിരായി സംസാരിക്കുന്നത് പോലും ഈ ഹിംസയോടുള്ള എതിർപ്പാണ്, അല്ലാതെ യജ്ഞം നടത്തുകൊണ്ടുള്ള എതിർപ്പ് മാത്രമല്ല. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് ബുദ്ധമതവും ജൈനമതവും അവർ നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കുകയും വൈദിക മതം വളരെ പെട്ടെന്ന് ആർക്കും തിരിച്ചറിയാൻ പോലും പറ്റാത്ത തരത്തിൽ അവരുടെ ദാർശനികമായ അടിത്തറയാകെ പൊളിച്ചുകൊണ്ട് ബുദ്ധ-ജൈന മതങ്ങളെ വിഴുങ്ങാൻ തയ്യാറായിട്ടുള്ള ഒരു വായ രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഒരു പെരുമ്പാമ്പ് ഇരയെ വിഴുങ്ങാൻ വേണ്ടി, വലിപ്പം കൂടിയ ഇരയെ വിഴുങ്ങാൻ വേണ്ടി സ്വന്തം ശരീരം മെലിച്ച് ഭക്ഷണം കഴിക്കാതെ മെലിച്ച് കൊണ്ടുവന്ന് ഒരു സുപ്രഭാതത്തിൽ അതിനെ ഒന്നായിട്ട് വിഴുങ്ങുന്നത് പോലെ വൈദിക മതം വളരെ തന്ത്രപരമായിട്ടെടുത്തൊരു വിഴുങ്ങൽ പ്രക്രിയയായിട്ട് നമുക്ക് ഈ മാറ്റത്തെ, വിജഗ്നുവിൻ്റെ ഈ ഇടപെടലിനെയും ഈ യജ്ഞത്തിൽ നിന്ന് ബലി ഒഴിവാക്കുകയും ഹിംസ ഒഴിവാക്കുകയും ചെയ്യുന്ന ഈ കഥയെ നമുക്ക് കാണാൻ സാധിക്കും. ശിലയായി മാറിയ അഹല്യയുടെ കഥയാണ് സാധാരണ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. എന്നാൽ ശിലയായി മാറാത്ത ഒരു അഹല്യയുടെ കഥയാണ് മഹാഭാരതത്തിലെ ശാന്തിപർവം പറയുന്നത്. ഗൗതമപുത്രനായിരുന്ന ചിരാകരൻ തീരുമാനം എടുക്കാൻ വൈകിയത് കൊണ്ടായിരുന്നു അത്രേ അഹല്യ ശാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. നേരത്തെ പഴയ കഥയിൽ, രാമായണത്തിലെ കഥയിൽ പറയുന്നത് പോലെ തന്നെ ഈ തൻ്റെ പത്നി വ്യഭിചാര കുറ്റം ആരോപിച്ച് ദേവേന്ദ്രനുമായിട്ട് രമിച്ചത് ശ്രദ്ധയിൽപ്പെട്ടപ്പം വ്യഭിചാര കുറ്റം ആരോപിച്ച് ശിക്ഷിക്കാൻ മുതിരുകയാണ് ഗൗതമൻ. അവിടെയൊന്നും വ്യത്യാസമില്ല. പക്ഷെ ഗൗതമൻ നേരിട്ട് അഹല്യയെ ശപിച്ച് ശിലയാക്കി മാറ്റുകയല്ല ചെയ്യുന്നത് മഹാഭാരതത്തിലെ ഗൗതമൻ. അദ്ദേഹം പരശുരാമൻ്റെ അടുത്ത് അച്ഛൻ പറഞ്ഞതുപോലെ തൻ്റെ പുത്രനെടുത്ത് ഈ കാര്യം പറഞ്ഞേൽപ്പിക്കുകയാണ്, അമ്മയെ ശിക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം. ആ പുത്രന്റെ പേര് ചിരാകരൻ എന്നാണ്. ആ വാക്കിൻ്റെ അർത്ഥം തന്നെ പെട്ടെന്ന് തീരുമാനം എടുക്കാതെ ഏറെ നേരം ചിന്തിച്ച് ഇരുന്ന് തീരുമാനം വൈകിപ്പിക്കുന്നവൻ എന്നാണ്. അങ്ങനെയുള്ളൊരു പുത്രനെടുത്ത് തീരുമാനം എടുക്കാൻ വേണ്ടി പറഞ്ഞ് അച്ഛൻ പോവുകയാണ് ചെയ്യുന്നത്. പുത്രൻ തീരുമാനമെടുക്കാൻ വൈകുന്നതാണ് അഹല്യ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാരണമായിട്ട് ഭവിക്കുന്നത് മഹാഭാരതത്തിലെ കഥയിൽ. വ്യഭിചാരേതു കശ്മിശ്ചിത് വ്യതിക്രമ്യ അപരാൻ സുധാൻ പിത്രോക്ത കുപിതേനാഥ ജഹീമം ജനനീം ഇതി പിതുർ ആജ്ഞാ പരോധർമ്മ സ്വധർമ്മോ മാതൃരക്ഷണം അസ്വതന്ത്രം ച പുത്രത്വം കിം നുമാം നാത്ര പീഡ്യേത്. ശാന്തിപർവത്തിലെ 258 അധ്യായത്തിലെ 7-ാമത്തെ ശ്ലോകം. അപ്പോൾ ഗൗതമന്റെ പത്നി അഹല്യ ഇന്ദ്രനുമായിട്ട് വ്യഭിചരിച്ചതിന്റെ പേരിൽ കുപിതനായ ഗൗതമൻ അവരെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു. എന്താ പറയുന്നത്? ഈ സ്ത്രീയെ കൊന്നുകളയൂ എന്ന് ഗൗതമൻ ചിരാകരനോടായിരുന്നു പറഞ്ഞത്. മറ്റു പുത്രന്മാരെയെല്ലാം വ്യതിക്രമിച്ചുകൊണ്ടായിരുന്നു ആ ദൗത്യം ചിരാകരനെ ഏൽപ്പിച്ചത് എന്നും മഹാഭാരതം വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പൊ ജമദഗ്നി മഹർഷി തന്റെ പത്നി രേണുകയെ വധിക്കാൻ പുത്രൻ പരശുരാമനെ നിയോഗിച്ചതുപോലെയുള്ള ഒരു ദൗത്യമാണ് ഇവിടെ ഗൗതമനും ചിരാകരനെ ഏൽപ്പിക്കുന്നത്. അമ്മയെ വധിക്കാൻ പുത്രനെ നിയോഗിച്ച ശേഷം ഗൗതമൻ മറ്റെന്തോ പ്രധാനപ്പെട്ട ദൗത്യം നിറവേറ്റുന്നതിന് വേണ്ടി ആശ്രമം വിട്ട് പുറത്തുപോയി. അമ്മയെ വധിക്കണമെന്ന് അച്ഛൻ ആജ്ഞാപിച്ചപ്പോൾ അങ്ങനെയാവാമെന്ന് സമ്മതിച്ചുവെങ്കിലും ചിരാകരൻ തന്റെ പതിവ് രീതിയിൽ ആലോചന തുടർന്നു. പിതാവിന്റെ ആജ്ഞ പരമമായ ധർമ്മം തന്നെയാണ്. പക്ഷെ മാതാവിനെ സംരക്ഷിക്കുക എന്നതും പുത്രന്റെ ധർമ്മമാണല്ലോ. പിതുർ ആജ്ഞാ പരോധർമ്മ സ്വധർമ്മോ മാതൃരക്ഷണം. പുത്രന്റെ ധർമ്മമാണ് അമ്മയെ രക്ഷിക്കുക എന്നത്. അപ്പൊ ഇങ്ങനെ എന്താ ചെയ്യേണ്ടത്?
അച്ഛൻ്റെ ആജ്ഞ പാലിക്കുകയാണോ വേണ്ടത്? അങ്ങനെ പാലിച്ചാൽ അമ്മയെ സംരക്ഷിക്കുക എന്നുള്ള പുത്രന്റെ ധർമ്മം നിറവേറപ്പെടാതെ പോകും. ഇനി പുത്രന്റെ ധർമ്മം നിറവേറ്റി അമ്മയെ സംരക്ഷിക്കുകയാണോ വേണ്ടത്? അങ്ങനെ വന്നാൽ അച്ഛനെ ധിക്കരിച്ചതിന് തുല്യമാവും. ഇങ്ങനെ ഈ തരത്തിൽ പിതാവിന്റെ ആജ്ഞ പരമമായ ധർമ്മം തന്നെയാണ്. പക്ഷെ മാതാവിനെ സംരക്ഷിക്കുക എന്നതും പുത്രന്റെ ധർമ്മമാണല്ലോ. ഇതിൽ ഏതു നിറവേറ്റും, ഏതു വേണ്ടെന്ന് വെക്കും. ഇങ്ങനെ ആലോചിച്ചിരിക്കുക കാരണം പിതാവിന്റെ ആജ്ഞ പെട്ടെന്നൊന്നും ചിരാകരൻ പ്രാവർത്തികമാക്കിയില്ല. ആശ്രമത്തിൽ നിന്ന് അകലെയായിരുന്ന ഗൗതമന് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വീണ്ടും വിചാരമുണ്ടായി. താൻ ഭാര്യയ്ക്ക് നൽകിയ ശിക്ഷ വല്ലാതെ കടുത്തതും അനാവശ്യവുമായിരുന്നു എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. യഥാർത്ഥത്തിൽ അഹല്യ അത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് ഗൗതമൻ ചിന്തിച്ചു തുടങ്ങി. അദ്ദേഹത്തിന് വല്ലാത്ത കുറ്റബോധവും മനസ്താപവും ഉണ്ടായി. ചിരാകരൻ സാധാരണ മട്ടിൽ ഒന്നും ചെയ്യാതെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ താൻ വലിയൊരു മഹാപാപത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് ഗൗതമൻ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചു. മേധാതിഥിൽ മഹാപ്രാജ്ഞോ ഗൗതമസ്തപസി സ്ഥിത വിമൃശ്യതേന കാലേന പത്ന്യാഹ സംസ്ഥാവിധിക്രമാം സോ അബ്രവീത് ദുഃഖസന്തപ്തോ ഭൃശം അശ്രൂനിവർത്തയാൻ ശ്രുതധൈര്യൈ പ്രസാദേന പശ്ചാത് താപം ഉപാഗത. വന്നു നോക്കിയ സമയത്ത് ഈ മകൻ തീരുമാനമെടുത്തിട്ടില്ല. ദുഃഖത്താൽ മനസ്സു തകർന്ന് അശ്രു വാർത്തുകൊണ്ട് പശ്ചാത്താപ വിവശനായിട്ടാണ് ഗൗതമൻ ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. സംഭവിച്ച കാര്യങ്ങളെയെല്ലാം അദ്ദേഹം വീണ്ടും വിശകലനം ചെയ്തു നോക്കി. ദേവേന്ദ്രൻ ബ്രാഹ്മണ വേഷത്തിലായിരുന്നു തന്റെ ആശ്രമത്തിലേക്ക് വന്നത്. ചിരാകാരീതു പിതരം ദൃഷ്ട്വാ പരമദുഃഖിത ശസ്ത്രം ത്യക്ത തതോ മൂർധന പ്രസാദായോപചക്രമി ഗൗതമസ്തു സുതം ദൃഷ്ട്വാ ശിരസാ പതിതം ഭുവി പത്നിം ചൈവ നിരാകാരാം പരാം അഭ്യാഗമൻ മുതം. ശിരസ് ഭൂമിയിൽ തൊട്ട് നമസ്കരിച്ചു നിൽക്കുന്ന പുത്രനെയും ലജ്ജയാൽ ശിലയായി മാറിയ പത്നിയെയും കണ്ട് ഗൗതമൻ സന്തോഷിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. നിരാകാരാം എന്ന വാക്കാണ് അഹല്യയെ വിശേഷിപ്പിക്കാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വ്രാത്യ സംസ്കാരഹീനസ്യാദ സ്വാധ്യായ നിരാകൃതി ധർമ്മധ്വജി ലിംഗവൃത്തിരവകീർണി ക്ഷതവ്രത എന്നാണ് നിരാകാരം എന്ന പദത്തെ അമരകോശം നിർവചിക്കുന്നത്. വേദാധ്യായനമില്ലാത്തവൻ, സംസ്കാരഹീനൻ, വ്രതം തെറ്റി നടക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ അഹല്യയുടെ ശിലയായി നിൽക്കൽ ഒരു തരം സ്തംഭിച്ച് പേടിച്ച് നിൽക്കലാണ്, അഥവാ ലജ്ജിച്ച് പുത്രന്റെ മുമ്പിൽ ലജ്ജിച്ച് തലതാഴ്ത്തി നിൽക്കലാണ്. ഗൗതമൻ ക്രുദ്ധനായി ശിക്ഷ വിധിച്ച് ആശ്രമത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും തന്റെ ജോലികൾ പൂർത്തിയാക്കിയ ശേഷം വീണ്ടും ആശ്രമത്തിലേക്ക് തിരിച്ചു ചെല്ലുകയും ചെയ്യുന്നത് വരെയാണ് ആ നിൽപ്പ് എന്നർത്ഥം, ആ ശിലയായി നിൽപ്പ്. അഥവാ അമ്മയെ വധിച്ചു കളയാനുള്ള അച്ഛന്റെ ആജ്ഞയെക്കുറിച്ച്, ആ ആജ്ഞ നടപ്പിലാക്കുകയാണോ അതോ ലംഘിക്കുകയാണോ ധർമ്മം എന്നതിനെ കുറിച്ച് ചിരാകരൻ ആലോചിച്ചിരിക്കുന്ന കാലം മാത്രമാണ്, മകൻ തീരുമാനമെടുക്കുന്നത് വരെ മാത്രമാണ് അഹല്യ ലജ്ജയാൽ ശിലയായി നിൽക്കുന്നത് എന്നർത്ഥം. ഗൗതമനോ മറ്റാരെങ്കിലോ ശപിച്ചത് കൊണ്ടല്ല, തന്റെ തന്നെ കുറ്റബോധത്താലോ പുത്രന്റെ തീരുമാനം എന്തായിരിക്കും, തന്നെ അവൻ വധിക്കുമോ അതോ വെറുതെ വിടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടുള്ള സന്ദിഗ്ധാവസ്ഥയാലാണ് അഹല്യ ശില പോലെയായി നിന്നു പോകുന്നത് അർത്ഥം. ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള അനന്തമായ കാത്തിരിപ്പായിരുന്നു അഹല്യയെ ശിലയാക്കിയത് എന്ന് പറയാം. പുത്രന്റെ തീരുമാനം എന്തായിരിക്കുമെന്ന് അറിയാതെ. അപ്പൊ ഈ കഥയിലുള്ളൊരു ട്വിസ്റ്റാണത്. രാമായണം നമ്മൾ നേരത്തെ ഈ മഹാഭാരതം ചർച്ച ചെയ്യുന്നതിന് ആദ്യം തന്നെ പറഞ്ഞതുപോലെ തന്നെ മഹാഭാരതമാണ് ആദ്യം ഉണ്ടായ കൃതി എന്നതിന് ടെക്സ്റ്റിന്റെ ഉള്ളിലും ടെക്സ്റ്റിന്റെ പുറത്തും ചരിത്രപരമായ ഒക്കെ ഒരുപാട് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ആദികാവ്യം എന്ന രാമായണത്തെക്കുറിച്ച് പറയുന്നത് അത് കാവ്യമാണ്, ഇതിഹാസമല്ല, കാവ്യമാണ്. കാവ്യത്തിന്റെ ലക്ഷണം പറയുന്നത് വാക്യം രസാത്മകം കാവ്യം എന്ന് ആണ്. ആളുകൾക്ക് വായിക്കാനും രസിക്കാനും ഒക്കെ ഇഷ്ടമുണ്ടാക്കുന്ന തരത്തിൽ എഴുതിയ സങ്കല്പനമാണ്, സാഹിത്യകൃതിയാണ്, കാവ്യമാണ് രാമായണം എന്ന് പറയുന്നുണ്ട്. ഇതിഹാസം എന്നാണ് മഹാഭാരതത്തെ വിവരിക്കുന്നത്. ഈ ഇതിഹാസത്തിന്റെ അർത്ഥവും നമ്മൾ പറഞ്ഞു. അതിൽ കുറച്ചുകൂടെ ഒരു വിദ്യാഭ്യാസ പ്രക്രിയ കൂടിയുണ്ട്.
അതാണ് ചരിത്രം എന്ന തരത്തിലല്ല നമ്മൾ ഇതിഹാസത്തെ നിർവഹിച്ചിരിക്കുന്നത്. ഒരു വിദ്യാഭ്യാസ പ്രക്രിയ കൂടി ഉണ്ട്. ധർമാർത്ഥ കാമ മോക്ഷത്തിലൂടെ സാമൂഹ്യ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പറയുന്ന കഥകളാണ്, ഉദാഹരണമായിട്ട് പറയുന്ന കഥകളെയാണ് ഇതിഹാസം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ മഹാഭാരതത്തിൽ ഈ സ്തംഭിച്ചു നിൽക്കലായിട്ട്, നിരാകരന്റെ മുമ്പിൽ സ്തംഭിച്ചു നിൽക്കലായിട്ട് മാത്രം അവതരിപ്പിച്ച ഈ അഹല്യയെ രാമായണത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ശ്രീരാമന്റെ കാൽക്കീഴിൽ ശ്രീരാമന്റെ പാദസ്പർശനമേറ്റ് അപ്പോൾ മാത്രം ഉണരാൻ വേണ്ടി കാത്തിരിക്കുന്ന ശിലയായിട്ട് മാറ്റുകയാണ്. അങ്ങനെ വന്നപ്പോൾ ഗൗതമന്റെ ശാപം അത്യാവശ്യമായിട്ട് വന്നു. ആ സ്തംഭിച്ചു നിൽക്കൽ, മഹാഭാരതത്തിലെ ശാന്തിപർവ്വത്തിലെ ആ ഒരു സ്തംഭിച്ചു നിൽക്കൽ, കുറച്ചു കാലത്തേക്കുള്ള ഒരു സ്തംഭിച്ചു നിൽക്കൽ, കരിങ്കല്ലാക്കി നിൽക്കൽ തന്നെയായി, ശിലയായി നിൽക്കൽ തന്നെയായിട്ട് രാമായണത്തിൽ മാറുകയാണ് ചെയ്യുന്നതെന്ന് അർത്ഥം. ഒരേ കഥ തന്നെ വ്യത്യസ്ത കൃതികളിലേക്ക് പോകുമ്പോൾ വ്യത്യസ്ത കാലങ്ങളിൽ വ്യത്യസ്ത ആവശ്യങ്ങൾക്കു വേണ്ടി എങ്ങനെയാണ് പുനരുത്പാദിപ്പിക്കപ്പെടുന്നത് എന്നതിന് നിരവധി ഉദാഹരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പരശുരാമന്റെ ഈ ഭൂമിദാനം ചെയ്തതിന്റെ കഥയൊക്കെ നമ്മളതിൻ്റെ പലപ്പോഴായിട്ട് പറയുന്നുണ്ട്. മൃഗബലിയോടെ പ്രത്യേകിച്ചും ഗോക്കളെ വധിച്ച് കർമ്മം ചെയ്തുകൊണ്ട് യാഗം നടത്തുന്ന സമ്പ്രദായത്തെ ന്യായീകരിച്ചുകൊണ്ടും അതിനെ എതിർത്തുകൊണ്ടും നടക്കുന്ന സംവാദമാണ് ശാന്തിപർവ്വത്തിന്റെ അധ്യായം 260 ശ്രദ്ധേയമാക്കുന്നത്. ആ 257 നമ്മൾ പറഞ്ഞു വെച്ച കഥയാണ്. അതിനൂടെ എന്താ പറയാ, ഒരു ചരട് കെട്ടി ആണി വെച്ച് മുറുക്കുന്ന ഒരു അധ്യായമാണത്. മൃഗബലിയെ അംഗീകരിക്കുന്ന സ്യൂമരശ്മിയും എതിർക്കുന്ന കപിലനും തമ്മിലാണ് അവിടെ സംവാദം നടക്കുന്നത്. ഈശ്വരനെ പ്രീതിപ്പെടുത്താനും മനുഷ്യരുടെ മോക്ഷത്തിനുമായി അനുഷ്ഠിക്കുന്ന യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ അഹിംസാ മാർഗത്തിലായിരിക്കണം എന്ന് വാദിക്കുകയാണ് സാഖ്യയോഗത്തിന്റെ ആചാര്യനായ കപിലൻ. യാഗങ്ങൾക്കായി കൊല്ലപ്പെടുന്ന മൃഗങ്ങളും യാഗം നടത്തുന്നവരോടൊപ്പം സ്വർഗത്തിൽ പോകുമെന്നാണ് വൈദിക മതത്തെ ന്യായീകരിച്ചുകൊണ്ട് സ്യൂമരശ്മി എന്ന മുനി അഭിപ്രായപ്പെടുന്നത്. മൃഗബലിയോടെയുള്ള യജ്ഞ സമ്പ്രദായത്തിൽ നിന്ന് മൃഗബലി ഇല്ലാത്ത യജ്ഞത്തിലേക്കുള്ള പരിവർത്തന കാലത്തിലായിരിക്കണം ഒരുപക്ഷെ ഈ കഥ ഉണ്ടായതെന്ന് തോന്നുന്നു. ബ്രാഹ്മണ മതം അതിൻ്റെ ആന്തരികമായ സംഘർഷത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വയം നവീകരിക്കാൻ നടത്തുന്ന ശ്രമത്തെയും ഇവിടെ കാണാൻ സാധിക്കും. എണ്ണമറ്റ മൃഗങ്ങളെ, പ്രത്യേകിച്ചും കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന കന്നുകാലികളെ യാഗങ്ങൾക്കും യജ്ഞങ്ങൾക്കും ഒക്കെ വേണ്ടി ബലിയർപ്പിച്ചുകൊണ്ട് കൊന്നൊടുക്കിയ വൈദിക സമ്പ്രദായത്തോടുള്ള എതിർപ്പ് കൂടിയായിരുന്നു ബുദ്ധമതത്തെ ഇന്ത്യയിൽ പ്രസക്തമാക്കിയത് എന്ന് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞാണ്. ആ ആന്തരിക സംഘർഷം പരിഹരിക്കപ്പെടാതെ നിലനിന്നിരുന്നുവെങ്കിൽ ഏറെ കഴിയുന്നതിന് മുമ്പ് യജ്ഞ സംസ്കാരത്തിൽ അടിയുറച്ചു നിൽക്കുന്ന വൈദിക മതം ഇന്ത്യയിൽ നാമാവശേഷമായി പോയേനെ. എന്നാൽ യജ്ഞങ്ങളെ നിലനിർത്തുകയും മൃഗബലി ഒഴിവാക്കുകയും ചെയ്തുകൊണ്ട് ബ്രാഹ്മണ മതം സ്വയം മാറ്റത്തിന് വിധേയമായതോടെ ഇന്ത്യയിൽ ബുദ്ധമതത്തിന്റെ പ്രസക്തി വലിയൊരളവോളം ഇല്ലാതെയായി, ബ്രാഹ്മണ മതം ഇല്ലാതാക്കി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ ബ്രാഹ്മണ മതത്തിന്റെ ഏറ്റവും ജനവിരുദ്ധമായ വർണ്ണാശ്രമധർമ്മത്തെയും ജാതി വ്യവസ്ഥയിലെ ശ്രേണീബന്ധത്തെയും അവിടെ തന്നെ നിലനിർത്തുകയും ചെയ്തു. അതിലൊരിക്കലും യാതൊരു കോംപ്രമൈസിനും അവർ തയ്യാറായില്ല. കാരണം അത് അവർക്ക് ആവശ്യമായിരുന്നു. ആ അതീശഭാവം നിലനിർത്തേണ്ടത് ആവശ്യമായിരുന്നു. അത് നിലനിർത്തി നൂറ്റാണ്ടുകളോളം പിന്നെയും അത് തുടരുന്ന നടത്തിൽ അത് നിലനിർത്തി ഈ ബലിയുടെ കാര്യത്തിൽ, ഹിംസയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യുകയും ഉണ്ടായി. ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനവും സമ്പത്തിലുള്ള അധികാരവും മറ്റുള്ളവരെ, പ്രത്യേകിച്ച് ശൂദ്രരെയും വർണ്ണാശ്രമധർമ്മത്തിന് പുറത്തുള്ളവരെയും അടിമകളാക്കി നിലനിർത്താനുള്ള അവരുടെ അവകാശത്തെയും സംരക്ഷിക്കാനും അവർക്ക് സാധിച്ചു എന്ന് പറയാം. ബുദ്ധമതത്തിന്റെ നാശത്തിന് കാരണമായത് ബ്രാഹ്മണ മതം നടത്തിയ ഈ നവീകരണ പ്രക്രിയ കൂടിയാണ് എന്ന് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞാണ്. ഗാർഹസ്ഥ്യവും ധാർമ്മികതയും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് എങ്ങനെ, ഇതിലേതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്നൊക്കെയുള്ള യുധിഷ്ഠിരന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാണ് പിന്നീട് ഭീഷ്മര്. അത്രാപ്യ ഉദാഹരണന്തിമാം ഇതിഹാസം പുരാതനം കപിലസ്യ ഗോശ്ച സംവാദം തന്നിബോധ യുധിഷ്ഠിര. ശാന്തിപർവ്വത്തിലെ 260 അധ്യായത്തിലെ 5 ശ്ലോകം. പുരാതന കാലത്ത് ഇതിഹാസത്തിൽ കപിലനും ഒരു പശുവും തമ്മിൽ നടന്ന സംഭാഷണമാണ് ഭീഷ്മര് ഉദ്ധരിക്കുന്നത്. ഒരിക്കൽ ത്വഷ്ടാവ് അഥവാ ബ്രഹ്മാവ് നഹുഷന്റെ ഭവനത്തിലേക്ക് ചെന്നു. അതിഥിയെ സൽക്കരിക്കാനായി
ഒരു പശുവിനെ കൊന്ന് ഭക്ഷണം ഒരുക്കാൻ തുടങ്ങുകയായിരുന്നു നഹുഷൻ. വീട്ടുകാർ, നമ്മൾ വീട്ടിൽ വിരുന്ന് വന്നാലാണല്ലോ കോഴിയെയും ആടിനെയും ഒക്കെ കൊല്ലുക. അങ്ങനെ ഒരു പശുവിനെ കൊന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങുകയായിരുന്നു നഹുഷൻ. ആംനായം അനുപശ്യാൻ ഹി പുരാണം ശാശ്വതം ധ്രുവം നഹുഷ പൂർവം ആലേഭേ ത്വസ്തുർഗാം ഇതി നശ്രുതം. ആംനായം അഥവാ വേദം അനുശാസിക്കുന്ന പ്രകാരമായിരുന്നു ഗോവധം എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ആ സന്ദർഭത്തിൽ കപിലൻ നഹുഷന്റെ ഭവനത്തിലേക്ക് ചെന്നു. പശുവിനെ അറുക്കുന്നതിനു വേണ്ടി കെട്ടിയിട്ടത് കണ്ടപ്പോൾ ജ്ഞാനവാനും നിയതാഹാരിയും വികാരങ്ങളെ നിയന്ത്രിച്ചവനും സത്യവ്രതനും ഭയമില്ലാത്തവനും ബുദ്ധിശാലിയുമായ കപിലൻ അഹോ കഷ്ടം ഈ വേദം എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു അത്രേ. ആംനായം അനുപശ്യാൻ ഹി പുരാണം ശാശ്വതം ധ്രുവം നഹുഷ പൂർവം ആലേഭേ ത്വസ്തുർഗാം ഇതി നശ്രുതം. താം നിയുക്തം അധീനാത്മാ സത്വസ്ഥ സമയേ രഥ ജ്ഞാനവാൻ നിയതാഹാരോ ദദർശ പാലിലസ്തത സ ബുദ്ധിം ഉത്തമാം പ്രാപ്തോ നൈഷ്ഠികീം അകുതോ ഭയം സ്മരാമി ശിഥിലം സത്യം വേദ ഇത്യബ്രവീത് സകൃ. അഹോ കഷ്ടം ഈ വേദം, ഈ മൃഗങ്ങളെ കൊന്ന് യാഗം നടത്താൻ വേണ്ടി നിശ്ചയിക്കുന്ന അനുമതി നൽകുന്ന വേദമുണ്ടല്ലോ, അത് വലിയ കഷ്ടം തന്നെ എന്ന് ഉറക്കെ ധീരമായിട്ട് വിളിച്ചു പറഞ്ഞു കപിലൻ. ഗോവധം വേദവിധി പ്രകാരമാണ് എന്നാണ്, ആ വേദത്തെയാണ് കപിലൻ അധിക്ഷേപിക്കുന്നത് എന്ന് വ്യക്തം. അതുകൊണ്ടാണ് അഹോ ഈ വേദം എന്ന് പറയുന്നത്. സ്യൂമരശ്മി എന്നു പേരുള്ള ഒരു ഋഷി അപ്പോൾ കപിലനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു. വേദങ്ങൾ ഈശ്വരകൽപിതവും സനാതനമായ ധർമ്മവുമായിട്ടാണല്ലോ പരിഗണിക്കപ്പെടുന്നത്. അങ്ങനെയുള്ള വേദത്തെ തന്നെ താങ്കൾ ധിക്കരിക്കുകയാണെങ്കിൽ എന്താണ് പിന്നെ ധർമ്മം? ആരാണ് ധർമ്മത്തെ നിശ്ചയിക്കുക എന്നെല്ലാം ഇദ്ദേഹം ഈ കപിലനോട് ചോദിച്ചു. സ്യൂമരശ്മി എന്ന ഈ ഋഷി അപ്പോൾ കപിലനോട് ചോദിച്ചു. ഹംകോ വേദായതി മതാധർമാഹ കേന അപരേ മതാഹ തപസ്സിനോ ധൃതിമത ശ്രുതിവിജ്ഞാന ചക്ഷുഷ സർവമാർഷം ഹി മന്യന്തേ വ്യാഹൃതം വിദിതാത്മന. വേദത്തിലുള്ള വചനങ്ങൾ ഈശ്വരപ്രോക്തമാണെങ്കിൽ അവയെ വിമർശിക്കുകയോ അഭിനന്ദിക്കുകയോ ചെയ്യുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അത് സ്വീകരിക്കുക എന്നത് സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ഉത്തരവാദിത്തമല്ലേ എന്നായിരുന്നു സ്യൂമരശ്മിയുടെ സംശയം. അപ്പൊ വേദങ്ങളെ കുറിച്ച് സാധാരണ പറയാം, വേദങ്ങൾ ശ്രുതികളാണ്, ആരും എഴുതിയുണ്ടാക്കിയതല്ല, കേട്ടതാണ്. ആരിൽ നിന്ന് കേട്ടതാണ്? ഈശ്വരപ്രോക്തമാണ്, ദൈവം നേരിട്ട് പറഞ്ഞാണ്. വേദങ്ങളെ കുറിച്ച് മാത്രമല്ല, ഓരോ മതത്തിന്റെ, ഇപ്പൊ ഖുറാനെ കുറിച്ചും ബൈബിളിനെ കുറിച്ചും ഒക്കെ അങ്ങനെയാണ് പറയാറുള്ളത്. അതൊക്കെ അരുളപ്പാടുകളായിട്ട്, ഈശ്വരന്റെ അരുളപ്പാടുകളായിട്ട്, വചനങ്ങളായിട്ട്, ശ്രുതികളായിട്ടൊക്കെ കേട്ടതാണ്. അങ്ങനെയാണെങ്കിൽ വേദത്തിലുള്ള വചനങ്ങൾ ഈശ്വരപ്രോക്തമാണെങ്കിൽ അവയെ വിമർശിക്കുകയോ അഭിനന്ദിക്കുകയോ ചെയ്യുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? അത് സ്വീകരിക്കല്ലേ നമുക്ക് നിവൃത്തിയുള്ളൂ എന്നാണ് കപിലനോട് സ്യൂമരശ്മി ചോദിക്കുന്നത്. നാഹം വേദാൻ വിനിന്ദാമി ന വിവക്ഷാമി കർഹിചിത് പ്രദക് ആശ്രമിനാം കർമാണ്യ ഏകാർത്ഥ നീതി ന ശ്രുതം. അപ്പോൾ കപിലൻ അതിന് മറുപടി പറയുന്നത് ശാന്തിപർവ്വത്തിലെ 260 അധ്യായത്തിൽ 12 ശ്ലോകം. കപിലൻ മറുപടി പറയുന്നത്, ഞാൻ വേദത്തെ നിന്ദിക്കുന്നില്ല, വേദത്തെ അവഹേളിച്ചുകൊണ്ട് ഒന്നും ചെയ്യുന്നുമില്ല എന്ന് കപിലൻ മറുപടി പറഞ്ഞു. എല്ലാ മാർഗങ്ങളും ഒരേ ലക്ഷ്യത്തിലേക്കും മോക്ഷത്തിലേക്കും നയിക്കുമെന്നാണല്ലോ പറയാറുള്ളത്. പരിത്യാഗികളും വാനപ്രസ്ഥം സ്വീകരിക്കുന്നവരും ഗൃഹസ്ഥാശ്രമികളും ബ്രഹ്മചാരികളും എല്ലാം മോക്ഷത്തിന്റെ മാർഗത്തിൽ പ്രവേശിക്കും എന്നർത്ഥം. അങ്ങനെ വരുമ്പോൾ വേദത്തിലുള്ള നിബന്ധനകളുടെയും നിയമങ്ങളുടെയും അർത്ഥം ശരിയായി മനസ്സിലാക്കുക എന്നത് അത്ര എളുപ്പമല്ല. ഓരോ പ്രത്യേക വഴി സ്വീകരിച്ചവർക്കും പ്രത്യേകം ധർമ്മനീതികൾ ഉണ്ടായിരിക്കും. അവർക്കൊക്കെയും പ്രമാണമാകുന്നത് ഒരേ വേദമാണ് എന്നും കപിലൻ വാദിച്ചു. വളരെ യുക്തിപൂർവമായിട്ടാണ് കപിലന്റെ വാദം. മനുഷ്യർ വ്യത്യസ്തമായ തൊഴിലെടുത്ത് ജീവിക്കുന്നവരുണ്ട്, ബ്രഹ്മചര്യം സ്വീകരിച്ചവരുണ്ട്, ഗൃഹസ്ഥാശ്രമികളുണ്ട്, വിവാഹം കഴിക്കാത്തവരുണ്ട്, താപസന്മാരുണ്ട്, വാനപ്രസ്ഥം സ്വീകരിച്ച് കഴിയുന്ന ആളുകളുണ്ട്. ഈ ലോകത്തൊന്നും വേണ്ട, തനിക്ക് സമ്പത്തും സ്വത്തും ഒന്നും വേണ്ട എന്ന് വെച്ചാൽ പരിത്യാഗികളായിട്ട് ജീവിക്കുന്നവരുണ്ട്.
ഇവർക്കൊക്കെ ആശ്രയിക്കാനുള്ളത് ഒരേ വേദമാണെങ്കിൽ ആ ഒരേ വേദത്തിൽ ഇവർക്ക് എല്ലാവരുടെയും മോക്ഷത്തിന്റെ വഴി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേദത്തിൽ പറഞ്ഞത് മനസ്സിലാക്കുന്നത് അത്ര എളുപ്പമായിരിക്കില്ല. പ്രത്യേകം ധർമ്മനീതികളും ഓരോരുത്തർക്കും ഉണ്ടായിരിക്കും. അവർക്കൊക്കെയും പ്രമാണമാകുന്നത് ഒരേ വേദമാകുന്നത് എങ്ങനെ എന്ന് കപിലൻ സംശയം ചോദിക്കാം. സ്വർഗകാമോ യജേതേതി സതതം ശ്രൂയതേ ശ്രുതി ഫലം പ്രകല്പ്യപൂർവം ഹി തതോ യജ്ഞ പ്രദായതേ അജശ്ച അശ്വശ്ച മേഷശ്ച ഗൗശ്ച പക്ഷിഗണശ്ച യേ ഗ്രാമ്യരണ്യ ഔഷധ്യ പ്രാണസ്യ അന്നം ഇതി ശ്രുതി. ശാന്തിപർവത്തിലെ 260 അധ്യായത്തിലെ 18-19 ശ്ലോകങ്ങൾ. സ്വർഗത്തെ കാമിച്ചുകൊണ്ടാണ് യജ്ഞങ്ങൾ അനുഷ്ഠിക്കേണ്ടത് എന്നാണ് പൊതുവെ ശ്രുതികളിൽ പറഞ്ഞു കേൾക്കാറുള്ളത്. ഫലത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് യജ്ഞത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യാറുള്ളത്. അജം അഥവാ ആട്, അശ്വം, മേഷം അഥവാ മുട്ടനാട്, ഗോക്കൾ, ഗ്രാമ്യവും അരണ്യവുമായ എല്ലാതരം പക്ഷിഗണങ്ങളും വിവിധതരം സസ്യങ്ങളും വൃക്ഷങ്ങളും ഒക്കെ പ്രാണികളുടെ അന്നമാണ് എന്ന് ശ്രുതികൾ പറയുന്നു. എല്ലാം പ്രാണികൾക്ക് ഭക്ഷണമാണ്, ഒന്നും പറ്റാത്തതില്ല. മൃഗങ്ങളും ധാന്യങ്ങളും യജ്ഞങ്ങളുടെ അവയവമാണ് എന്നും ശ്രുതികൾ വ്യക്തമാക്കുന്നുണ്ട്. 7 തരം വീട്ടുമൃഗങ്ങളും 7 തരം കാട്ടുമൃഗങ്ങളും യജ്ഞത്തിന് യോജ്യമെന്നാണ് ശ്രുതികൾ പറയുന്നത്. നഹിനസ്തി ഹയ ആരഭതേ നാഭിദ്രുഹ്യതി കിഞ്ചന യജ്ഞോ യസ്തവ്യ ഇത്യേവ യോ യജതി അഫലേ. ഒരു ഫലവും പ്രതീക്ഷിക്കാതെ യജ്ഞം അനുഷ്ഠിക്കുന്നവർ അഥവാ യജ്ഞം അനുഷ്ഠിക്കുക എന്നത് കർത്തവ്യമാണ് എന്നതുകൊണ്ട് മാത്രം യജ്ഞം അനുഷ്ഠിക്കുന്നവർ യജ്ഞത്തിനു വേണ്ടി മറ്റു ജന്തുക്കളെ ഹിംസിക്കുകയോ തന്നെത്താൻ പീഡിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്ന് കപിലൻ അഭിപ്രായപ്പെടുന്നുണ്ട്. യജ്ഞം എന്തിനു വേണ്ടിയാണ്? നിങ്ങൾക്കൊരു കർമ്മം ഒന്നും ഒരു നേട്ടത്തിനു വേണ്ടിയല്ല, മോക്ഷത്തിനു വേണ്ടി മാത്രമാണ്, സ്വയം സംതൃപ്തിക്ക് വേണ്ടി മാത്രമാണ്, നിങ്ങളുടെ കർത്തവ്യമാണ് എന്നതുകൊണ്ട് മാത്രമാണെങ്കിൽ മറ്റു മൃഗങ്ങളെ മറ്റു ജീവികളെ വേദനിപ്പിച്ചുകൊണ്ട് യജ്ഞം ചെയ്യാൻ മുതിരുകയില്ല. മൃഗബലിയിലൂടെ നടത്തുന്ന യജ്ഞത്തിനു വേണ്ടി സ്യൂമരശ്മി വാദിക്കുന്നത്. കപിലനാകട്ടെ അഹിംസയിലൂന്നിയ യജ്ഞത്തെക്കുറിച്ചാണ് പറയുന്നത്. രണ്ടുപേരും യജ്ഞത്തെ അംഗീകരിക്കുന്നുണ്ട്, യജ്ഞത്തെ ആരും എതിർക്കുന്നില്ല. വധിക്കപ്പെടുന്ന മൃഗങ്ങളും യജ്ഞം അനുഷ്ഠിക്കുന്നവരോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കും എന്നാണ് സ്യൂമരശ്മിയുടെ വാദം. മന്ത്രം ഉരുവിടുന്ന ബ്രാഹ്മണന് ഒരിക്കലും പാപം ചെയ്യാൻ കഴിയില്ല എന്നും ബ്രാഹ്മണൻ ജനിച്ച ദിവസം മുതൽ മരിക്കുന്നത് വരെ നിരന്തരമായി ഉച്ചരിക്കേണ്ട മന്ത്രങ്ങളുണ്ട് എന്നുമൊക്കെ ബ്രാഹ്മണർക്ക് ദാനം നൽകുന്ന സമ്പത്തും ഗോക്കളുമൊക്കെ സ്വർഗത്തിലേക്കുള്ള സഞ്ചാരത്തെ സഹായിക്കുമെന്നുമൊക്കെയാണ് സ്യൂമരശ്മി യജ്ഞത്തെയും മൃഗബലിയെയും ബ്രാഹ്മണർക്ക് നൽകുന്ന ദാനത്തെയും ഒക്കെ ന്യായീകരിക്കുന്നത്. അപ്പോൾ നിലവിലുള്ള ബ്രാഹ്മണ്യത്തെ, നിലവിലുള്ള വൈദിക പാരമ്പര്യത്തെ അതേപടി ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് സ്യൂമരശ്മി. കപിലൻ ചോദിക്കുന്ന ചോദ്യം സാമൂഹ്യ ജീവിതത്തിൽ ആ വൈദിക പാരമ്പര്യം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന സംഘർഷത്തെക്കുറിച്ചാണ്. അത് ജനങ്ങളിൽ ഉണ്ടാക്കുന്ന അവമതിപ്പിനെ കുറിച്ചാണ്, അത് സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ്, അത് പരിഹരിക്കാൻ എന്താണ് വഴി എന്നതിനെ കുറിച്ചാണ് കപിലന്റെ തർക്കം. അതുകൊണ്ടാണ് കപിലൻ വേദത്തെ തന്നെ വിമർശിക്കാൻ വേണ്ടി തയ്യാറാവുന്നത് അർത്ഥം. വേദത്തിന്റെ അതിന്റെ സത്തയെ തന്നെ, അതിന്റെ വഴികളെ തന്നെ വിമർശിക്കാൻ തയ്യാറാവുന്നത്. ദർശം ച പൗർണമാസം ച അഗ്നിഹോത്രം ച ധീമതാം ചതുർമാസ്യാനി ചൈവാസം തേഷു യജ്ഞ സനാതന അനാരംഭാഹ സുധൃത ശുചയോ ബ്രഹ്മസംസ്ഥിത ബ്രാഹ്മണൈവ സ്മതേ ദേവാം സ്തർപ്പയന്ത്യ അമൃതൈഷിണ. യജ്ഞങ്ങൾ അങ്ങനെ തീരെ ഒഴിച്ചുകൂടാത്തതാണെങ്കിൽ അഥവാ വേദപ്രോക്തമാണെങ്കിൽ ദർശം, പൗർണമാസ്യം, അഗ്നിഹോത്രം, ചതുർമാസ്യം തുടങ്ങി മൃഗബലിയില്ലാത്ത യജ്ഞങ്ങൾ നിരവധിയുണ്ടല്ലോ, അത് നടത്തിയാൽ പോരെ എന്നാണ് കപിലന്റെ വാദം. എല്ലാം പരിത്യജിച്ച് സന്യാസം സ്വീകരിക്കുന്നവർ ആ സന്യാസം കൊണ്ടു തന്നെ ദേവന്മാർക്കും പിതാക്കൾക്കുമുള്ള കടം വീട്ടിത്തീർക്കും. അതിന് മൃഗങ്ങളെ കൊന്നു ബലി നൽകേണ്ട ആവശ്യമില്ല എന്നും കപിലൻ വാദിക്കുന്നുണ്ട്. സർവഭൂതാത്മഭൂതസ്യ സർവഭൂതാനി പശ്യത ദേവാഭിമാർഗേ മുഹ്യന്തി അവദസ്യ പതേഷിണം. മാത്രമല്ല
ഈശ്വര സൃഷ്ടികളായ ജന്തുക്കളെ ബലി കൊടുത്ത് മോക്ഷം നേടാൻ ശ്രമിക്കുന്നവരുടെ വിഡ്ഢിത്തം നിറഞ്ഞ മാർഗം കാണുമ്പോൾ സർവഭൂതങ്ങളുടെയും ആത്മാവിനെ ഒന്നായി കാണുന്ന ദൈവത്തിന് പോലും വഴി തെറ്റിപ്പോകും എന്നാണ് കപിലൻ ഇവിടെ കളിയാക്കുന്നത്. വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് കപിലൻ മുന്നോട്ട് വെക്കുന്നത്. നിങ്ങൾ ബലി നൽകാൻ പോകുന്ന ജന്തുവും മൃഗവും ഒക്കെ തന്നെ ഈ ഈശ്വരന്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു സൃഷ്ടിയെ കൊന്ന് മറ്റൊന്നിന് മോക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ രണ്ടിനെയും സൃഷ്ടിച്ച ഈശ്വരൻ അതുകൊണ്ട് അത് കണ്ട് അത്ഭുതപ്പെടും, കളിയാക്കും എന്ന് പറയുകയാണ്. അഥവാ എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ച ദൈവം മൃഗങ്ങളെ കൊന്നുള്ള യജ്ഞങ്ങൾ ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല, അതുകൊണ്ട് മോക്ഷം ലഭിക്കാൻ പോകുന്നില്ല എന്നാണ് കപിലന്റെ വാദം. ബുദ്ധദർശനത്തിന് കപിലന്റെ ഈ ദർശനത്തോട് സാമ്യം കാണാൻ സാധിക്കും. സാഖ്യദർശനത്തിന്റെ ഉപജ്ഞാതാവായിട്ടാണ് കപില മഹർഷിയെ പരിഗണിക്കുന്നത്. മിഥിലയിലായിരുന്നു അത്രേ കപിലന്റെ വീട്. ബുദ്ധനും മുമ്പാണ് കപിലന്റെ കാലം. ബുദ്ധമത ദർശനങ്ങളുമായി കപില ദർശനങ്ങൾക്കുള്ള ബന്ധം ഏറെക്കാലമായി പഠന വിഷയമാണ്. ജ്ഞാനത്തിലൂടെ മോക്ഷം സാധ്യമാണ്, അതിന് പ്രത്യേകമായ യാഗങ്ങളോ യജ്ഞങ്ങളോ ഒന്നും ആവശ്യമില്ല എന്നാണ് കപിലന്റെ വാദം. ബുദ്ധമതത്തിലെ നിർവ്വാണത്തോട് സാമ്യമുണ്ട് ജ്ഞാനത്തിലൂടെ മോക്ഷം എന്ന കപില മാർഗത്തിന്. സാഖ്യദർശനത്തിന്റെ ആചാര്യൻ കപിലനും യോഗദർശനത്തിന്റെ ആചാര്യൻ സ്യൂമരശ്മിയും തമ്മിൽ നടക്കുന്ന സംവാദത്തിൽ കപിലൻ മുന്നോട്ട് വെക്കുന്നത് അഹിംസാമാർഗമാണ്. ഈ തർക്കത്തിൽ വലിയൊരു സമന്വയത്തിന്റെ ശബ്ദം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കേൾക്കാം. യാഗവും യജ്ഞവും അഹിംസാ മാർഗത്തിലേക്ക് നീങ്ങുന്നതിന്റെയും ബ്രാഹ്മണ മതം യജ്ഞ സംസ്കാരം നിലനിർത്തിക്കൊണ്ടു തന്നെ ഹിംസയും മൃഗബലിയും ഉപേക്ഷിക്കുന്നതിന്റെയും സൂചനകളുണ്ട് കപിലനും സ്യൂമരശ്മിയും തമ്മിൽ നടക്കുന്ന ഈ സംവാദത്തിൽ. ആരും ആരെയും പരാജയപ്പെടുത്തുകയോ കീഴ്പ്പെടുത്തുകയോ ചെയ്യുന്നില്ല, കീഴടക്കുകയോ ചെയ്യുന്നില്ല എന്നതാണ് ഈ സംവാദത്തിന്റെ മറ്റൊരു പ്രത്യേകത. മറ്റു പല സംവാദങ്ങളിലും ആരെങ്കിലും ഒരാൾ അവസാനം പേരിനെങ്കിലും ജയിക്കും. ഇപ്പൊ ഭരദ്വാജ മഹർഷിയും രൗദ്രനും തമ്മിൽ നടന്ന തർക്കത്തിൽ ഭരദ്വാജന്റെ വാദങ്ങളാണ് പ്രബലമായിട്ട് നിൽക്കുന്നതെങ്കിൽ പോലും ആ കഥയുടെ പരിസമാപ്തിയിൽ രൈദ്രൻ വിജയിക്കുന്നതായിട്ടും ഭരദ്വാജൻ മൗനം പാലിക്കുന്നതായിട്ടുമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ അത് സംഭവിക്കുന്നില്ല. ഈ രണ്ടു പേരും അവരുടെ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിലനിൽക്കുകയാണ്. ആരും പരാജയപ്പെടുന്നില്ല, ആരും വിജയിച്ചതായിട്ട് പറയുന്നില്ല. സ്യൂമരശ്മി എന്ന ഞാൻ വന്നിരിക്കുന്നത് വിജ്ഞാനാർത്ഥമാണ്, അനാവശ്യമായി തർക്കിക്കാനോ ആരെയെങ്കിലും പരാജയപ്പെടുത്തുവാനോ അല്ല എന്ന് സ്യൂമരശ്മി പ്രഖ്യാപിക്കുന്നുമുണ്ട്. അപ്പൊ കപിലനെ ഏറ്റവും ബഹുമാനത്തോടുകൂടി കപിലന്റെ വാദങ്ങളെ അദ്ദേഹം അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് അർത്ഥം. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. മുമ്പ് പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ബ്രാഹ്മണർ പണ്ട് മാംസാഹാരം കഴിച്ചിരുന്നു എന്നും യജ്ഞങ്ങളിൽ ഗോക്കളടക്കമുള്ള മൃഗങ്ങളെ കൊന്നിരുന്നു എന്നതും വ്യക്തം. കപിലനും സ്യൂതരശ്മിയും തമ്മിൽ നടക്കുന്ന ചർച്ച ബുദ്ധമതം അതിന്റെ അഹിംസയും നിർവ്വാണവും അടക്കമുള്ള ദർശനപാതകൾ സാഖ്യയോഗക്കാരിൽ നിന്ന് സ്വീകരിച്ചതായിരിക്കാനും വഴിയുണ്ട്. നേരത്തെ പറഞ്ഞു വെച്ചൊരു കാര്യം അതാണ്. ബുദ്ധനും മുമ്പാണ് കപിലന്റെ സ്ഥാനം. കപിലൻ ആവർത്തിച്ചു പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും ബുദ്ധമതത്തിന്റെയും ജൈനമതത്തിന്റെയും ഒക്കെ ദർശനങ്ങളുമായിട്ട് സാമ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സംഭവിച്ചിരിക്കാനുള്ള കാരണം ഭാരതീയമായി ഉള്ള സാഖ്യയോഗത്തിന്റെ ഒരു ദർശനത്തിന്റെ തന്നെ ഒരു കൈവഴിയിൽ നിന്നായിരിക്കാം ബുദ്ധന് തൻ്റെ നിർവ്വാണം, തൻ്റെ ബോധോദയം കിട്ടിയിരിക്കുക. അതിൻ്റെ തന്നെ ഒരു പരിപോഷിപ്പിച്ച ഒരു വേർഷനായിരിക്കാം ഒരുപക്ഷെ ബുദ്ധൻ പിന്നീട് അവതരിപ്പിച്ചത്, ബുദ്ധനും ജൈനനൊക്കെ പിന്നീട് അവതരിപ്പിച്ചത് എന്നും കാണാവുന്നതാണ്. ദക്ഷയാഗത്തിന്റെ കഥ പുതിയൊരു വ്യാഖ്യാനത്തോടെ വിവരിക്കുന്നുണ്ട് മഹാഭാരതത്തിൽ. ദക്ഷൻ തന്റെ യാഗത്തിന് പരമശിവനെ ക്ഷണിക്കാത്തത് കൊണ്ട് ശിവൻ ദക്ഷന്റെ യാഗത്തിന് പോകാതിരിക്കുന്നത് മാത്രമല്ല പ്രശ്നം, ഒരു അവകാശ തർക്കം കൂടി യജ്ഞത്തിൽ സമർപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ പൂജയ്ക്ക് സമർപ്പിക്കപ്പെടുന്ന ബലി നൽകുന്ന വസ്തുക്കളുടെ പങ്കുവെപ്പിലുള്ള ഒരു തർക്കം കൂടി ഈ ദക്ഷന്റെ യാഗത്തിന് ശിവൻ പോവാതിരിക്കുന്നതും അവിടെ ശിവനെ വിളിക്കാതിരിക്കുന്നതും പിന്നീട് അവിടെ ചെന്ന ശിവൻ സർവ്വനശിപ്പിക്കുന്നതുമായിട്ടുള്ള ആ കഥയുടെ അത്തരം ഒരു തർക്കത്തിന്റെ ഒരു പശ്ചാത്തലം കൂടെ അവിടെ വരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച ചർച്ച ചെയ്യാം.